الحمد لله رب العالمين. الحمد لله الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. أحمده على ما قضى وأبرم، وأشكره على ما أعطى وأنعم، وأشهد أن لا إله إلا الله رب الجود والكرم، وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله، نبي الرحمة وسيد الأمة، قادة الحق وسادة الخلق، وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين، واجعل لي لسان صدق في الآخرين، واجعلني من ورثة جنة النعيم. يا ربي بالمصطفى بلغ مقاصدنا، واسمح لنا ما مضى يا واسع الكرم. نور إله السماء قلب الغريب كما نورت قلب إمام من ناس غزالي. يا ربي أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي. يا ربي هيا لنا من أمرنا رشدا، واجعل معونتك الحسنى لنا مددا، واجعل معونتك الحسنى لنا مددا. ബഹുമാനാദരവുകൾ നിറഞ്ഞ ജമാഅത്തിലെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ, കൺവീനർ, അതിൻ്റെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകരെ, പ്രവർത്തകരെ,
ബഹുമാന്യരായ നമ്മുടെ ഈ ജമാഅത്തിലെ ഉസ്താദുമാർ, ഇമാമിയങ്ങൾ, മുദരിസുമാർ, വിശിഷ്യ ജമാഅത്തിന്റെ ഖത്തീബ് ഉസ്താദ്, സഖാഫി ഉസ്താദ് അവർ, നമ്മുടെ സ്റ്റേജിൽ അതിഥികളായി എത്തിയ ബഹുമാന്യരായ നമ്മുടെ റസാഖ് ഉസ്താദ് അബ്റാറി അവർ, ഞങ്ങളുടെ സുഹൃത്തുക്കളായി കാസർഗോഡ് സിയാറത്തിന് വേണ്ടി വന്ന നമ്മുടെ ബഹുമാന്യരായ അമാനുള്ള അഖവി, യൂസുഫ് മൗലവി, അൽ ഖാസിമി ഉസ്താദുമാർ, മറ്റും എന്നെ ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, സ്നേഹമുള്ള ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഇവിടെ ഒരുമിച്ച് കൂടി, അല്ലാഹു ആ ഒരുമിച്ച് കൂടൽ ഇതേപോലെ സ്വർഗത്തിലും അല്ലാഹു ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടലിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഏവരുടെയും പാവങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഏതൊരു മഹത്തുക്കളെ കുറിച്ച് നമ്മൾ പ്രകീർത്തിക്കുന്നുവോ അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു ഒഴിവാക്കി ആത്മീയമായ ഉണർവോടുകൂടി ശിഷ്ട ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിക്ക് അനുകൂലമാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സന്തുഷ്ടമായ കുടുംബ ജീവിതം എന്ന വിഷയമാണ് ഇന്ന് നമ്മുടെ വിഷയം. 10 ദിവസത്തെ ഉറൂസ് പരിപാടിയുടെ 4ാമത്തെ ദിവസമാണ്. പല പ്രഗത്ഭരായ ഉസ്താദുമാരെല്ലാം വന്ന് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മജ്‌ലിസാണ്. ഈ വിനീതൻ ഇതിനു മുമ്പും ഇവിടെ പരിപാടിക്ക് നമ്മുടെ ഹിമാമി ഉസ്താദ് ഇരുന്നപ്പോൾ വന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മുടെ സവാദ് സഖാഫി ഉസ്താദ് ഇരിക്കുമ്പോൾ ഒരിക്കൽ കൂടി വരാനൊരു അവസരം കിട്ടുകയും മാത്രമല്ല, ഈ നാടിന്റെ ഒരു പ്രത്യേകത വള്ളവും വലയുമായൊക്കെ മല്ലിടുന്ന ആളുകളാണ് കൂടുതലും. കടലിന്റെ മക്കൾ, അവർക്ക് വല്ലാത്തൊരു സ്നേഹമാണ് ഉസ്താദന്മാരോട്. നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോയി ഒന്ന് കടലൊക്കെ ഒന്ന് തവാഫ് ചെയ്ത് ചുറ്റിക്കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിരുന്നു. ഈ പ്രാവശ്യം SP വള്ളം വല സംഘം ഞങ്ങളെ കൊണ്ടുപോയൊക്കെ ഒന്ന് കറങ്ങി കടലിന്റെ ഉൾക്കാഴ്ചകൾ ഒരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അതൊക്കെ ഒന്ന് കാണാനൊരു ഭാഗ്യം കിട്ടി. അല്ലാഹു തആല അതിന്റെ സഹായികളായവരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അവരുടെ വള്ളത്തിലും മലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെ വള്ളത്തിലും മലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ റിസ്ഖാണല്ലോ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. ആ റിസ്ഖിൽ അല്ലാഹു ഒരു മുടക്കവുമില്ലാതെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഇതിന്റെ കൺവീനറായിരുന്ന മരണപ്പെട്ടു പോയ ഹനീഫ സാഹിബ്, അല്ലാഹു പരിശുദ്ധ റമദാനിലാണ് എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോൾ അത് ഉണ്ടായിരുന്നു, സജീവമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. സഖാവാണെങ്കിലും ദീനിയായ നല്ല ബോധമുള്ള വ്യക്തിയായിരുന്നു. അൽഹംദുലില്ലാഹ് സുബഹി നമസ്കാരവും കഴിഞ്ഞ ഉടനെ ഇതിന്റെ പരിശ്രമവുമായിട്ട് പുറത്തു പോകാനും എല്ലാം കൊണ്ട് ദീനിയായ ബോധമുള്ളവരാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ, ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. റമദാനിലെ മരണമാണ്, നല്ല മരണമാണ്. 27-ാം രാവിലെ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തുലോകമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആത്മീയം നമ്മുടെ സന്തുഷ്ട കുടുംബ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. കുടുംബം അതാണല്ലോ, കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം, അതാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ 2 ധ്രുവത്തിൽ നിന്ന് നമുക്ക് ഒരു ആണും ഒരു പെണ്ണും നമുക്കുണ്ടാകും. അതാണ് ഇണയും തുണയും എന്നൊക്കെയാണ് അതിന് പറയുക. കുടുംബജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് അങ്ങനെ തന്നെയാണ്, ഇണയും തുണയും എന്നാണ്. അസ്വാജ, സൗജ്. ഒരു ഭാര്യ ഭർത്താവ് എന്നല്ല ഉപയോഗിച്ചത് ഖുർആനിൽ, നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒരു സൗജ്. 4 വിഭാഗമായിട്ടാണ് അല്ലാഹു തആല കുടുംബത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന് നിസാ, പൊതുവെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് പൊതുവായി. 2 ഇമ്രാത്ത്, ഒരു പെണ്ണ്. നമ്മൾ പൊതുവെ ഭാര്യ എന്നൊക്കെ നമുക്ക് പറയാം. ഒന്നുകൂടെ അല്ലാഹു തആല ഘടിപ്പിച്ച് സൗജത്ത് എന്ന് പറയും, ഭാര്യ. അതിലും കൂടെ ഏറ്റവും ടോപ്പിൽ ഒരു വാക്കുണ്ട്, 4ാമത് സാഹിബത്ത്. ഭാര്യയ്ക്ക് പറയുന്ന പേരാണ് സാഹിബത്ത്, കൂട്ടുകാരി. നിസാ, ഇമ്രാത്ത്, സൗജത്ത്, സാഹിബത്ത്. സാഹിബത്ത് എന്ന പദമാണ് അല്ലാഹുവിന്റെ കൂടുതൽ ഇഷ്ടം. ഒരു ഭാര്യ എന്നുള്ള
ആ ഒരു സ്ഥാനത്ത് സാഹിബത്ത് കൂട്ടുകാരി. അല്ലാഹു തആലയ്ക്ക് ഭാര്യയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചത് മത്തഖദ സാഹിബതൻ വലാ വലദാ മത്തഖദ സാഹിബതൻ വലാ വലദാ. അല്ലാഹുക്ക് ഭാര്യയോ സന്താനങ്ങളോ ഇല്ല. ഭാര്യക്ക് അല്ലാഹു ഉപയോഗിച്ച വാക്ക് സാഹിബത്ത് എന്നാണ്, കൂട്ടുകാരി. ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ കൂട്ടുകാരിയാകണം, കൂട്ടുകാരിയാകണം. എപ്പോഴും കൂട്ടുകാരൻ കൂട്ടുകാരിയോടാണ് എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ്, സ്നേഹം. മാതാപിതാക്കളെക്കാൾ ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫ്രണ്ട്സുകളോടാണ്, കൂട്ടുകാരനോട് കൂട്ടുകാരിയോടുമാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ബന്ധങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, നമ്മൾ അറിയപ്പെടാത്ത പല ബന്ധങ്ങളാണ് ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും ലാ തഖൂമുസ്സാഅ ഹത്താ അദ്നാ സദീഖഹു വഅഖസാ അബാഹു. ലോകം അവസാനിക്കുകയില്ല, ഫ്രണ്ട്സുകളെ അടുപ്പിക്കുകയും മാതാപിതാക്കളെ അകറ്റുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കുകയേ ഇല്ല. കൂട്ടുകാരെ അടുപ്പിക്കും, മാതാപിതാക്കളെ അകറ്റും. കല്യാണമൊക്കെ ആലോചിക്കുന്ന ആരാ? പണ്ടൊക്കെ നമ്മുടെ കാരണവർമാരാണ് കല്യാണം ആലോചിക്കുന്നത്. നമുക്കൊരു പെണ്ണുവേണമെന്ന് പറഞ്ഞാൽ ഉപ്പ ആലോചിക്കണം, ഉമ്മ ആലോചിക്കണം. നമുക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞാൽ ഉപ്പ ആലോചിക്കണം, ഉമ്മ ആലോചിക്കണം. ഇപ്പോഴോ ഉപ്പയും ഉമ്മയും നടത്തി കൊടുക്കുന്ന റോബോട്ടുകളായി ആലോചിച്ച് പെണ്ണിനെ സെലക്ട് ചെയ്യുന്നത് സ്വന്തം മക്കള് തന്നെയല്ലേ? അല്ലേ? മക്കള് സെലക്ട് ചെയ്തിട്ട് ഉപ്പ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഉപ്പ വന്ന് ഒപ്പിട്ട് കൈക്ക് പിടിച്ചു തരണം. അതാണ് ഇപ്പൊ ലാസ്റ്റ്. ഉപ്പാക്ക് വേറെ ഒരു റോൾ അവിടെ ഇല്ല. ഇയാൾ തന്നെ അങ്ങോട്ട് കബൂലാക്കി സെറ്റാക്കി റെഡിയാക്കി എല്ലാം വെച്ചിട്ട് അതിന്റെ ഡേറ്റ് വേണമെങ്കിൽ ഉപ്പ ഫിക്സ് ആക്കിക്കോ, പെണ്ണൊക്കെ ഞാൻ സെലക്ട് ആക്കി വെച്ചു, ആണിനെയും സെലക്ട് ആക്കി വെച്ചു. ഇപ്പോഴത്തെ കല്യാണം സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ നിന്ന് കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. ഉപ്പയോ ഉമ്മയോ അതിന് തയ്യാറായില്ല എങ്കിൽ അടുത്തത് ഭീഷണിയാണ്. ഒന്നുകിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഹിജ്റ പോകും. ഏത് വേണം? അതാണ് അവസ്ഥ. മാതാപിതാക്കൾക്ക് സ്ഥാനമില്ലല്ലോ, പിന്നെ ഉപ്പ ഉമ്മ വിധേയരാകും. അവർക്ക് വേണ്ടി ഉപ്പയും ഉമ്മയും തയ്യാറാകും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കല്യാണവും കല്യാണ ആലോചനകളും. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. മുൻകാലഘട്ടങ്ങളിലെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചും ആദ്യം സംസാരിക്കും, പിന്നെ പെണ്ണ് കാണല്, ചടങ്ങ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും അറിയാതെയാണ് ഇപ്പൊ നിക്കാഹ് നടക്കുന്നതിന് മുമ്പേ ഹലാലായ പരിപാടികളൊക്കെ ഹലാലാവുന്നതിന് മുമ്പേ അങ്ങ് നടക്കുകയാണ്. ഇപ്പോ ഇസ്ലാമിൽ ഹലാലാക്കിയ പരിപാടികൾ നിക്കാഹ് നടക്കുന്നതിന് മുമ്പേ ഇപ്പൊ നടക്കുകയാണ്. എല്ലാതിന് മുമ്പേ ഓക്കെ ആയി. ലാസ്റ്റ് ഘട്ടത്തിലാണ് അതുപോലെ എല്ലാം കഴിഞ്ഞിട്ടോ, സംഭവം എല്ലാം ഓപ്പണിംഗ് എല്ലാം കഴിഞ്ഞു. ഓപ്പണെല്ലാം നേരത്തെ ഓപ്പൺ ചെയ്ത് ഉസ്താദ് കടയൊക്കെ നോക്കിയിരിക്കാൻ ടൈം കിട്ടിയില്ല. അതെല്ലാം സംഭവം നേരത്തെ കഴിഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കല്യാണം കഴിക്കുന്നതിന്, വിവാഹം കഴിക്കുന്നതിന്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യണം, കാണണമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്താണ്, എങ്ങനെയാണ്? ഇന്ന് അതൊരു വലിയ ചടങ്ങായി. പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുന്നത് ഒരു കല്യാണ മാമാങ്കം പോലെ വലിയ ആഡംബരത്തോടുകൂടിയായില്ലേ. അതിനൊക്കെ ഇംഗ്ലീഷിന്റെ, യൂറോപ്യൻകാരുടെ, പാശ്ചാത്യന്മാരുടെ പേര് വെച്ചുകൊണ്ട് വലിയ വലിയ ആഘോഷങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളുമാണ് നടക്കുന്നത്. തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണിനെ ഞാൻ കല്യാണ ആലോചന നടത്തി ഹബീബേ. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, ഹൽ നളർത ഇലൈഹാ,
മുഗീറ, നീ അവളെ കണ്ടിട്ടാണോ കല്യാണ ആലോചന നടത്തിയത്? ഫഖാല, ബഹുമാനപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, കണ്ടിട്ടില്ല, കാണാതെ കല്യാണ ആലോചന നടത്തി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഉൻദുർ ഇലൈഹാ ഫഇന്നഹാ അഹ്റാ അയ്യൂദമ ബൈനകുമാ. അവളെ കാണണേ, നേരിൽ കണ്ട് കല്യാണ ആലോചന നടത്തുന്നതിന് മുമ്പ് ഒരു പെണ്ണും ഒരു ചെക്കനും നേരിൽ കാണാതെ കല്യാണ ആലോചന നടത്തരുത്. നിങ്ങളുടെ കുടുംബ ജീവിതം രൂഢമൂലമാകാൻ അതൊരു കാരണമാകും കേട്ടോ. കുടുംബ ബന്ധം റാഹത്താണെങ്കിൽ നേരിട്ട് കല്യാണ ആലോചനയ്ക്ക് മുമ്പ് കാണണം, ആണും പെണ്ണും തമ്മിൽ നേരിട്ട് കാണണം. അല്ല ഫോട്ടോയിലല്ല കാണേണ്ടത്, വാട്സപ്പിലല്ല കാണേണ്ടത്, ഫേസ്ബുക്കിലല്ല കാണേണ്ടത്, വീഡിയോ കോൾ ചെയ്തിട്ടല്ല കാണേണ്ടത്. നേരിൽ കണ്ടൊരു പെണ്ണും ഒരാണും തമ്മിൽ കണ്ട് സംസാരിക്കട്ടെ. അങ്ങനെയാണ് പെണ്ണ് കാണൽ ചടങ്ങ്. ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങ് എന്താ? വലിയ ഓഡിറ്റോറിയം ഒക്കെ എടുത്തിട്ട് ഭയങ്കര ഒരു കല്യാണത്തിന്റെ ആളുകൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കൊടുത്ത് കല്യാണം പോലെ. കല്യാണം നടന്നിട്ടില്ല. എന്തെല്ലാം ചടങ്ങുകളാണ് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാം ഹലാലായതുപോലെയാണ്. ഹലാലായിട്ടില്ല. ഒരു പെണ്ണും ഒരു ആണിനെയും, ഒരു പെണ്ണിന്റെ ഉപ്പായും ചെക്കനും കൂടെ ഇരുന്ന് രണ്ട് കൈകളും കൊടുത്തിട്ട്, എന്റെ മകളെ ഇത്ര മഹറിന് നിനക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു, ഞാൻ അതിനെ സ്വീകരിച്ചു. ഇത് പറയുന്നതിന് മുമ്പ് ഇപ്പൊ കല്യാണത്തിന് ശേഷം നടക്കുന്ന പോലുള്ള എല്ലാ പരിപാടികളുമായി ഏത് കല്യാണം അല്ലാഹു അഅലം നമുക്കറിയില്ല. സൂക്ഷിക്കണേ, കുടുംബ ജീവിതം സൂക്ഷിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്, വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറയുകയാ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ കുടുംബ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. കുടുംബ ജീവിതം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചു തന്ന തമ്പുരാൻ, ആ ഇണചേരലുകളിലൂടെ ധാരാളം സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് സമ്മാനിച്ച തമ്പുരാൻ, ഒരു വലിയ ഉത്തമ കുടുംബ ജീവിതം നമ്മുടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ ആ കുടുംബ ജീവിതത്തെ സൂക്ഷിക്കണേ. ചെറിയ കാര്യമല്ല കുടുംബ ജീവിതം, ചെറിയ കാര്യമല്ല, അതൊരു ഇബാദത്താണ്. ഒരു ഇബാദത്താണ് നിക്കാഹ്. അത് എവിടെയെങ്കിലും പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്യുന്ന പണിയല്ലാതെ, ഒളിച്ചോടി പോയിട്ട് അമ്പലത്തിൽ ചർച്ചുകളിലും പോയിട്ട് ചെയ്യുന്ന പരിപാടിയല്ലാതെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, മൻ ശഹിദ ഫീ നികാഹി ഇംറഅത്തിൻ മുസ്ലിമത്തിൻ, ഒരു മുസ്ലിമായ പെണ്ണിന്റെ നിക്കാഹിന്റെ ആ സദസ്സിൽ നിങ്ങൾ പങ്കാളിത്തം വഹിച്ചാൽ, വഹുവ ഖായിദുൻ ഫീ റഹ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വിവാഹത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവാഹത്തിൽ സന്നിഹിതരാകുന്നവർക്കും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. കല്യാണത്തിൽ പോകുന്നവർ ചാപ്പാടിക്കലല്ല, ചാപ്പാടടിക്കാൻ പോകുന്നവർക്കല്ല. നിക്കാഹ് നടക്കുമ്പോൾ നിക്കാഹിന്റെ സദസ്സിൽ അവിടെ ഇരിക്കണം, അതിന് സാക്ഷ്യം വഹിക്കണം. അവർക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഹുവ ഖായിദുൻ ഫീ റഹ്മത്തില്ലാഹ്, എല്ലാ അമലുകളും മരിക്കലോടെ അവസാനിക്കും, നിക്കാഹ് മരിക്കലോടെ അവസാനിക്കുന്നില്ല. അതാണ് ഒരാൾ മരിച്ചാൽ നമസ്കാരം തീർന്നു, അവന്റെ നോമ്പ് അവസാനിച്ചു, അവന്റെ സക്കാത്ത്, അവന്റെ സദഖ, അവന്റെ ഹജ്ജ്, അവന്റെ സകലമാന നന്മകളും ഈ ദുനിയാവിൽ അവൻ മരിക്കുന്നതോടെ അവസാനിക്കും. എന്നാലോ ഒരു വിവാഹിതയായ സ്ത്രീ പുരുഷന്മാരാണോ, ദമ്പതികളാണോ, അവർ മരണത്തോടെ അവസാനിക്കുന്നില്ല. അവരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് സ്വർഗലോകത്താണ് കേട്ടോ. സ്വർഗലോ
സ്വർഗലോകം വരെ എത്തുന്ന ഒരു കർമ്മമാ വൈവാഹിക ജീവിതം. ദാമ്പത്യ ജീവിതം അത് ദുനിയാവിൽ വെച്ച് അസ്തമിച്ചു പോകുന്ന കർമ്മമല്ല. അതുകൊണ്ട് അത് കുടുംബ ജീവിതം ഒരു ഇബാദത്താണ്, ആരാധനയാണ് കേട്ടോ. അതതിന്റെ മഹത്വത്തോടുകൂടി കാണണേ. ആഡംബരങ്ങളും അനാചാരങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും ആ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കണമേ. കുടുംബജീവിതം ആ ഇബാദത്ത് അനുസരിച്ച് വേണം ആ കുടുംബജീവിതം നയിക്കാൻ. അതല്ലാതെ ആവശ്യമില്ലാത്ത പണിയെടുത്തു കഴിഞ്ഞാൽ അള്ളാന്റെ ശാപം ഉണ്ടാവും. അതുകൊണ്ട് കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം അത് ഇവിടെ വെച്ച് അവസാനിക്കില്ല, സ്വർഗം വരെ എത്തും. കാരണം സ്വർഗം കൊണ്ട് തുടങ്ങിയ കർമ്മമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബീവി ഹവ്വായിലൂടെ സ്വർഗം കൊണ്ട് തുടങ്ങിയ കർമ്മമാണ്. അത് അവസാനിക്കുന്നത് സ്വർഗത്തിലേക്കാണ് കേട്ടോ. അതാണ് മസ്കൻ എന്നൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചത്. എന്താ? ഒരു പെണ്ണെന്ന് പറഞ്ഞാല് അവളെ കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകണം. അതാണ് പെണ്ണ്. അതിനാണ് വീട്. മസ്കൻ എന്ന വീടിന് പേരിട്ടത് എന്താ? അതൊരു സക്കീനത്തായ ഒരു പെണ്ണ് നമുക്ക് കൂടെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരു തുണയുണ്ട്, ഒരു ഇണയുണ്ട്. അതുകൊണ്ടാണ് ആ വീടിന് മസ്കൻ എന്ന പേരിട്ടത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ആകാശവും അനന്തകോടി താരകങ്ങളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആകാശ നീലിമയിലൂടെ പാറിപ്പറക്കുന്ന പക്ഷിപരവാദികളുടെ ചിറകടികളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. പ്രവിശാലമായ ഭൂമി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാ. ആർത്തിറങ്ങുന്ന അട്ടഹസിക്കുന്ന ഈ സമുദ്രവും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? ആ സമുദ്രത്തിന്റെ അഗാധ ഗർത്തത്തിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരങ്ങളായ നീലത്തിമിംഗലം മുതൽ സൂക്ഷ്മദർശിനിയിലൂടെ പോലും തന്റെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ പോലും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് കേട്ടോ. അതിൽ നിന്നുമുള്ള ഒരു ദൃഷ്ടാന്തമാ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്, അതും ഒരു ദൃഷ്ടാന്തമാണ് കേട്ടോ. ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തി. അതിൽ ഒരു ദൃഷ്ടാന്തമാണ് ആണ് പെണ്ണ്, ഭാര്യ ഭർത്താവ്, കുടുംബജീവിതം. അതിലൊരു ദൃഷ്ടാന്തമാണ്. ചെറിയ കാര്യമല്ല. അല്ലാഹു നമ്മളൊരു ദൃഷ്ടാന്താക്കിയിട്ടാണ് ഈ ഭാര്യ ഭർത്താവിനെ അവതരിപ്പിക്കുന്നത്. ഒരു ദൃഷ്ടാന്തമാക്കിയിട്ടാണ് അല്ലാഹു തആല നമുക്കിവിടെ അവതരിപ്പിച്ചത് ഭാര്യ ഭർത്താവിനെ. ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമാണ്. നമ്മൾ ഈ കാണിക്കുന്ന പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഈ കൊട്ടിക്കോശിക്കലും ഒന്നുമല്ല സംഭവം. ഒന്നുമല്ല. സ്വർഗത്തിലെത്തുന്ന പണിയാണിത്. സ്വർഗത്തിലെത്തുന്ന കർമ്മമാണ്. സംശുദ്ധമായ ലൈംഗിക ജീവിതമാണ്. ഹറാമായ പ്രവർത്തികളെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഹലാലായ ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്ന ഒരു വലിയ ഒരു കർമ്മം. അതാണ് കുടുംബജീവിതം. അത് ഇബാദത്താണ്. അതില്ലാതെ ഒരു അമലും അല്ലാഹു കൂടുതൽ സ്വീകരിക്കുകയില്ല. ആ കുടുംബ ജീവിതത്തോടു കൂടിയാണ് ഇവന്റെ ദീനിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇവൻ കാലെടുത്ത് വെക്കുന്നത്. അതുവരേക്കും അവന്റെ ദീൻ പൂർത്തിയാവുന്നില്ല. കാരണം എന്താ? നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ വേറെ പെണ്ണിനെ കുറിച്ചുള്ള ചിന്ത, കൈകെട്ടുമ്പോ ആണിനെ കുറിച്ചുള്ള ചിന്ത, ഹറാമായ ചിന്തകൾ, ഇത് മുഴുവനും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതിന് പരിസമാപ്തി ഹലാലായിട്ട് ഒരു ആണിനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ, തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോ അവർ ഭാര്യയുമായി ഇണ ചേർന്നിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വരിക. കൂടുതൽ സമയം പള്ളിയിൽ ഇബാദത്ത് ചെയ്യണമെങ്കിൽ, തറാവീഹ് നമസ്കാരം മണിക്കൂറുകളോളം അവർ പള്ളിയിൽ കഴിഞ്ഞു കൂടണമെങ്കിൽ അവർ തന്റെ ഭാര്യയുമായിട്ട് ഇണ ചേർന്നതിന് ശേഷമാണ് വരിക. കാരണം മറ്റു ടെൻഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ, അവർക്ക് മറ്റു ടെൻഷൻ ഒന്നും ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബന്ധം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ അവിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നില്ല, വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. വിവാഹം കഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും അവർ പറയാറുണ്ടായിരുന്നു, സൗവിജൂനി, എന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണേ, എന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണേ. ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസിബാ, ഞാൻ അവിവാഹിതനായി അല്ലാഹു
അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിവാഹിതനായിട്ട് അള്ളാഹയെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല. മരിക്കുന്ന സമയത്ത് ഭാര്യ കൂടെ ഉണ്ടാകണമെന്ന് ആണ് അതിന്റെ അർത്ഥം. മരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ ഉണ്ടായി, ഭാര്യ നിലവിലുള്ള ഭർത്താവായിട്ട് ഞാൻ മരിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ഭാഗ്യമാണ് അവർ പഠിപ്പിച്ചത്. അതാണ് ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച എന്താണ്? കുടുംബ ജീവിതം, ദാമ്പത്യ ബന്ധം, ജീവിതം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഇണയാണ്, ഒരു തുണയാണ്, ഒരു മനസ്സമാധാനാണ് പെണ്ണ്. മനസ്സമാധാനാണ് പെണ്ണ്. പെണ്ണുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, പെണ്ണില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതാണ് ഒരു ആണിനും പെണ്ണിനും വേണ്ടി കൊല നടക്കുന്നത്. ലോകത്ത് ആദ്യമായിട്ട് നടന്ന കൊല എന്താ? എന്തിന്റെ പേരിലാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഖാബീൽ ഹാബീലിനെ കൊന്നത് എന്തിന്റെ പേരില? പെണ്ണിന്റെ വിഷയത്തിലാണ്. പെണ്ണിന്റെ പേരിലാണ് കൊല നടന്നത്. ലോകത്ത് ആദ്യത്തെ കൊല പെണ്ണിന്റെ പേരിലാണ് നടന്നത്. ഹാബീൽ ഹാബീലിനെ ഹാബീലിന് കിട്ടേണ്ട പെണ്ണ് ഹാബീൽ കെട്ടുന്ന പെണ്ണ് ഹാബീൽ മോഹിച്ചു. ഹാബീലിന്റെ പെണ്ണിന് സൗന്ദര്യം കുറവ്, ഹാബീലിന്റെ പെണ്ണിന് സൗന്ദര്യം കൂടുതൽ. ആ പെണ്ണിനെ കെട്ടാൻ അദ്ദേഹം ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അതിന്റെ പേരിലാണ് കൊല ആദ്യം നടന്നത് ലോകത്ത്. ചിന്തിച്ചു നോക്കി, അല്ല പള്ളി പൊളിച്ച് അമ്പലം പൊളിച്ചതിന്റെ പേരിലല്ല കൊല നടന്നത് ലോകത്ത്. ലോകത്ത് ആദ്യത്തെ കൊല നടന്നത് ലവ്. ഇപ്പോഴും നടക്കുന്ന കൊല എന്താ? അതിന്റെ പേരിലാണ്. സ്നേഹത്തിന്റെ പേരിൽ, ലവിന്റെ പേരിലാണ് ഉപ്പയെ കൊന്നുകളയും, ഉമ്മയെ കൊന്നുകളയും. അതാണ് ഞാൻ നേരത്തെ ഓതിയ ഹദീസ്. അഖസാബാഹു വഅദ്നാ സദീഖഹു. മാതാപിതാക്കളെ കൊന്നുകളയുക, തള്ളിക്കളയുക, അവഗണിക്കുക. തന്റെ ഫ്രണ്ട്സിനെ, കൂട്ടുകാരിയെ, കൂട്ടുകാരനെ, ലവ്വറിനെ അടുപ്പിക്കുക. ഒരു കാമുകനെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു സ്നേഹം ഒരു പെണ്ണ് ഉമ്മയെ സ്നേഹിക്കാറില്ല, ഉപ്പയെ സ്നേഹിക്കാറില്ല. ഒരു കാമുകി സ്നേഹിക്കുന്നത് തന്റെ കാമുകനെയാണെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും ആ സ്നേഹത്തിൽ ഒരു പങ്കുമില്ല. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? ഒരു കാമുകിയോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? പാപ്പ എന്ന് പറയൂല അവള്, ഉമ്മ എന്ന് പറയൂല അവള് ഉമ്മ ഉപ്പയോടാണ് എനിക്ക് സ്നേഹം. അതിനുശേഷമാണ് എന്റെ അഫയറിനോട്, എന്റെ കാമുകനോടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സ്വർണം വാങ്ങിച്ചു തരാം, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയും, നിങ്ങൾക്ക് മഹറിനുള്ള സ്വർണ്ണം ഞാൻ വാങ്ങിച്ചു തരാം. ഒരു പെണ്ണും പറയില്ല. കാരണം എന്താ? കാമുകനാണ് ഇഷ്ടം. അങ്ങനെ വാപ്പായുടെ സ്ഥാനമാണ്, വാപ്പാക്കാണ് സ്ഥാനം. കാമുകനേക്കാൾ വാപ്പാക്കാണ് സ്ഥാനമെങ്കിൽ വാപ്പ പറയുന്ന ആളിനെ ചെക്കനെ കിട്ടുള്ളൂ. പെണ്ണ് ഉപ്പ പറയുന്നത് പോലെ കല്യാണം നടക്കുള്ളൂ. പക്ഷേ ഇല്ല, ഒരിക്കലും അല്ല. പെണ്ണ് പറയുന്ന വഴിക്ക് വാപ്പ നിൽക്കണം. അതാണ് ഇന്നത്തെ കാലഘട്ടം. ഉപ്പ പറയുന്നതിന് സ്ഥാനമില്ല. പിന്നെ നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കാണ്. ഒരു കൊല നടക്കാതിരിക്കാൻ, ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കാൻ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് സ്നേഹം ഏറ്റവും കൂടുതൽ ആരോടാണ്? തന്റെ ഇണയോടാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നബി തങ്ങൾ പറഞ്ഞത്, ഇദാ താകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസൗജു. ഇന്ന് പ്രേമം അധികരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഹദീസ് പഠിപ്പിച്ചത്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണേ, അത് വിലയിരുത്തി നിങ്ങൾ പ്രവർത്തിക്കണം കേട്ടോ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ അതാകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസൗജു. ഒരു പ്രേമം നടന്നു, കല്യാണ ആലോചന നടത്തി, കല്യാണം രണ്ടുപേരുടെ പ്രേമിച്ച് ഇഷ്ടപ്പെട്ടു. അവരൊരിക്കലും അങ്ങോട്ട് ഒഴിവാകാൻ ഒരു പ്ലാൻ ഇല്ല. എന്ത് ചെയ്യണം? പോയിട്ട് ആലോചിക്കണം. പെണ്ണിന്റെ ഉപ്പ പോയിട്ട് ചെക്കന്റെ കുടുംബക്കാരോട് ആലോചിക്കണം. ദീനനുസരിച്ചുള്ള ജീവിതമാണ്. അൽഹംദുലില്ലാ, ചെക്കൻ കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല, നല്ല സ്വഭാവക്കാരനാണ് എങ്കിൽ പെണ്ണിന്റെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും ഹക്ക്. വിവാഹം കഴിപ്പിച്ചു കൊടുക്കണേ. വഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ
അങ്ങനെ നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ വലിയ ഫസാദ് ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. യോജിച്ചവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ഫസാദ് ഉണ്ടാവാതെ നബി തങ്ങൾ പറഞ്ഞത് ചെറുതാണോ? ഒന്നുകിൽ അവർ തമ്മിൽ ഒളിച്ചോടും, ഇല്ലെങ്കിൽ വാപ്പായെ കൊല്ലും, ഉമ്മയെ കൊല്ലും, കൊല നടക്കും, ഫസാദ് ഉണ്ടാവും. നബി തങ്ങൾ പറഞ്ഞ അതല്ലേ ഉദാഹരണം പറഞ്ഞോ? നിങ്ങളെല്ലാരും ഈ ബാക്കിൽ പോയിരുന്നല്ലോ. ട്രംപ് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി പ്രശ്നമല്ല. ട്രംപ് നിങ്ങളെയൊക്കെ ഒന്ന് കാണട്ടെ. കുടുംബജീവിതം ഞാൻ സെൻസർ ചെയ്തിട്ട് പ്രസംഗിക്കുന്നുള്ളൂ. എമ്പുരാൻ സെൻസർ ചെയ്തതുപോലെ ഞാൻ തമ്പുരാന്റെ വാക്കുകൾ സെൻസർ ചെയ്തിട്ടാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഈ കുടുംബജീവിതം പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കാക്കാമാര് കാരണവന്മാരെല്ലാം മാറിയിരിക്കും. കാര്യം അങ്ങനെ പറയേണ്ട വിഷയം പറയുന്നാലേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. പേടിക്കൊന്നും വേണ്ട. കാര്യങ്ങൾ പറഞ്ഞു തരാണ്, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നമുക്ക് ഇന്നത്തെ കുടുംബം പ്രശ്നങ്ങളാണ്. അല്ലെ കുടുംബം ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ച കുടുംബങ്ങളെല്ലാം പ്രശ്നങ്ങളാണ്. നമുക്കറിയോ? ഉദാഹരണം ഞാൻ പറഞ്ഞു, എത്ര എണ്ണം വേണം ഞാൻ പറഞ്ഞു. അത് ആദ്യത്തെ ആ ഒലിപ്പില് കബൂലാവും. പിന്നെ 2 വർഷം കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാം ഉള്ളി തൊലിച്ചതുപോലെ ഉണ്ടായിരുന്ന കളിയാ. ഇത് അകത്തെന്തോ വരുന്നപ്പോ എന്തോ സ്വർണ്ണാണ്, കനിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ചക്കര എല്ലാം നമ്മൾ പറഞ്ഞ അവസാനം കൊണ്ടുവന്ന് ഉരിച്ചു നോക്കിയപ്പോ പഴയ സാധനം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫോണൊന്നും വിളിച്ചാൽ കിട്ടൂല. പിന്നെ ഫോണൊക്കെ വിളിച്ചാൽ എപ്പോഴും ബിസി. തിരിച്ചു വിളിക്കുമ്പോ അല്ല ഞാൻ അങ്ങോട്ട് വരൂലേ, ഞാൻ വേറെ കമ്പനിയാണ്, നീ തന്നെ ഇപ്പൊ വിളിക്കുന്നത്. പിന്നെ കല്യാണത്തിന് ശേഷം അതിന് മുമ്പ് കല്യാണം എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ വൈബ്രേഷൻ കൂടി. അതെന്താ ദേഷ്യപ്പെടുന്നത്? കല്യാണത്തിന് മുമ്പ് നിന്നെ കിട്ടുമോന്ന് എനിക്ക് പ്രതീക്ഷയില്ല, അതുകൊണ്ടാണ് പൊന്നെ തങ്കമേ കരളെ ചക്കരയെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, എന്റെ സ്വന്തമായി, എന്റെ പുറകെ തന്നെ ഉണ്ടാവും. നീ എവിടേക്ക് പോനാ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് മുണ്ടാണ്ട് ഞാൻ വരും. ഇത്രയേ ഉള്ളൂ വിവാഹം. കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹിക്കണം, പ്രേമിക്കണം, അതിനാണ് റാഹത്തുണ്ടാവുക. ഇത് കല്യാണത്തിന് മുമ്പ് പ്രേമിച്ച് ഉള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു, എല്ലാ സ്നേഹത്തിന്റെ വാക്കുകളും പറഞ്ഞു കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ ഇനി പറയാനൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ എന്താ പറയാ? ഉള്ളത് മൊത്തം നേരത്തെ തീർത്തില്ലേ? ഇനി എന്താ പറയാനുള്ളത്? നമുക്ക് ഗ്യാസ് സ്റ്റൗ വാങ്ങണോ, ഒരു സിലിണ്ടർ വാങ്ങണോ, നമ്മുടെ അടുപ്പ് പുക മുകളിലോട്ട് പോകുന്ന ഒരു പുതിയ സിസ്റ്റം അത് വാങ്ങണോ, അടുത്ത പരിപാടി അതേ ഉള്ളൂ. ഇതൊന്നും നേരത്തെ കല്യാണത്തിന് മുമ്പ് ചർച്ചയില്ല. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ചർച്ചയില്ല. കല്യാണത്തിന് ശേഷമുള്ള ചർച്ചകൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കല്യാണത്തിന് ശേഷം സംസാരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ സ്നേഹം. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഭർത്താവിനോട് സംസാരിക്കണം. ഇച്ഛ ഒരു ഭാര്യ ഇങ്ങയോട് സംസാരിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു ഭാര്യയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ ശാരീരിക ബന്ധമല്ല, അത് ഹല്ലി വല്ലി, അതൊക്കെ ചുമ്മാ മുഴുത്തരുന്ന അതവിടെ ഇരിക്കട്ടെ. അത് ഇടയ്ക്ക് വന്നു പോകുന്ന കാര്യങ്ങൾ. ശാരീരിക ബന്ധത്തെക്കാൾ ഏറ്റവും കൂടുതൽ മാനസിക ബന്ധമാണ്. ബാല്യക്കാരിയായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമായിരിക്കും ശാരീരികമായി ബന്ധം നടന്നത്. എന്നാൽ നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി 18-19 വയസ്സാകുമ്പോൾ ലോകത്തിന്റെ പ്രവാചകൻ വിട പറഞ്ഞു പോയെങ്കിൽ 65-ാമത്തെ വയസ്സിലാണ് മഹതിയായ ആയിഷ ബീവി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പോലും പറയുമായിരുന്നു, എന്റെ കുടുംബ ജീവിതത്തിൽ മാധുര്യമായിരുന്നു, ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ കുറഞ്ഞ കാലയളവ് ജീവിതത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷം കൊടുത്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഉള്ള സമയത്ത് നമ്മൾ കൂടുതൽ സന്തോഷം കൊടുക്കണം ഭാര്യയ്ക്ക്. പക്ഷെ ഭാര്യ ആവുന്നതിന് മുമ്പ് നമ്മളുള്ള സന്തോഷം മൊത്തം വാരി കൊടുത്താൽ ഭാര്യ ആയതിനു ശേഷം എവിടെ കൊടുക്കാനാണ്? അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞത്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന
النبي صلى الله عليه وسلم توفي في بيتي وبين سحري ونحري وجعل بين ريقي وريقي. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെ. എൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ നെഞ്ചിൽ കിടന്നിട്ടാണ് വഫാത്തായത്. 18ന്റെ പൊന്നുമോള് 19ന്റെ പൊന്നുമോള് മഹദിയായ ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന വാക്കാണ്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 63 വയസ്സിൽ വഫാത്താകുമ്പോ 20 വയസ്സുകാരിയായ ആയിഷ ബീവിയുടെ നെഞ്ചിൽ കിടന്നിട്ടാണ് വഫാത്താകുക. ആ ആയിഷ ബീവി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കാ, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു എൻ്റെ മേൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ ഹബീബ് വഫാത്തായത്. വതുവഫിയ ഫീ യൗമി, എൻ്റെ ദിവസത്തിലാണ് നബി തങ്ങൾ വഫാത്തായത്. വബൈന സഹരി വനഹരി, എൻ്റെ നെഞ്ചിൽ കിടന്നിട്ടാ ലോകത്തിന്റെ പ്രവാചകൻ വഫാത്തായത്. മാത്രമല്ല വജഅല ബൈന റീഖി വറീഖിഹി, എൻ്റെ ഉമിനീരും നബി തങ്ങളുടെ ഉമിനീരും അല്ലാഹു യോജിപ്പിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മഹദിയായ ആയിഷ ബീവിയാണ്. 20 വയസ്സിന്റെ ഉള്ളിലുള്ള ആയിഷ ബീവിക്ക് 63 വയസ്സുള്ള നബി തങ്ങൾ സന്തോഷം പകർന്നു കൊടുത്തത് കൊണ്ടല്ലേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും എൻ്റെ ഹബീബ് എനിക്ക് ചെയ്ത അനുഗ്രഹം ചെറുതല്ല. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ 65ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവരെ വിവാഹം കഴിച്ചത് നമുക്കറിയാലോ. 25 വയസ്സ് പ്രായമുള്ള മുത്തുനബി 40 വയസ്സുള്ള ഉമ്മയായ ഖദീജ, നമ്മുടെ ഉമ്മയായ ഖദീജ, ആ ഖദീജ ബീവിയെ അല്ലേ വിവാഹം കഴിക്കുന്നത്. 25 വർഷക്കാലയളവില് ഖദീജ ബീവിയോടൊപ്പം നബി തങ്ങൾ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിച്ചെങ്കിൽ ആ ഖദീജ ബീവി ലോകത്ത് വിട പറയുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അത്രത്തോളം സ്നേഹമാണ് ഖദീജ ബീവി നബി തങ്ങൾക്ക് നൽകിയത്. നബി തങ്ങൾ ഖദീജ ബീവിക്ക് നൽകിയതും അത്രത്തോളം സ്നേഹമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് നബുവത്ത് വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഭയന്ന് വിറച്ചു പോയപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ന തരുണിയല്ലേ നബി തങ്ങളെ സമാശ്വസിപ്പിച്ചത്. നബി തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കല്ലാ ലാ യുഖ്സിക അല്ലാഹു അബദാ, നബിയെ പേടിക്കരുതേ, വിഷമിക്കരുതേ, പ്രയാസപ്പെടരുതേ, ദുഃഖിക്കരുത് കേട്ടോ. അല്ലാഹു നിങ്ങളെ നിന്ദിക്കുകയില്ല, വേദനിപ്പിക്കുകയില്ല. ഒരു ഭർത്താവ് വേദനയോടെ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷത്തിന്റെ ഒരു വാർത്ത പറയുന്ന ഭാര്യയാണ് യഥാർത്ഥത്തിൽ നല്ല ഭാര്യ കേട്ടോ. ആ കുടുംബമാണ് സന്തുഷ്ടമായ ദാമ്പത്യ കുടുംബം. അതല്ലാതെ ടെൻഷൻ അടിച്ചു വരുന്ന ഭർത്താവിനെ നോക്കിയിട്ട് ഭാര്യ ദേഷ്യപ്പെടുകയാണ്, ചൊടിക്കുകയാണെങ്കിൽ അത് സന്തുഷ്ടമായ കുടുംബമല്ല, സന്തുഷ്ടയായ ഭാര്യയുമേ അല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഭയന്ന് വിറച്ചു പോവുകയാണ്. ജിബ്രീലിനെ കാണുകയാ. 550 ചിറകുകളുള്ള ജിബ്രീൽ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ സന്ദേശവുമായി ഇറങ്ങി വരുമ്പോ ഞാൻ ഈ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കുക റബ്ബേ? അങ്ങനെ പേടിച്ച് വിറച്ചു പോയ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഓടിപ്പോയിട്ട് ഖദീജയെ സമീപിച്ചിട്ട് പറഞ്ഞില്ലേ, സമ്മിലൂനി യാ ഖദീജ, ഖദീജ
ഖദീജേ ആ മൂടുപടമിട്ട് എന്നെ ഒന്ന് മൂടി പൊതയ്ക്കണേ. വല്ലാണ്ട് പേടിച്ചു പോയി ഞാൻ കേട്ടോ. ഉടനെ ഖദീജ ബീവി എന്താണ് സംഭവിച്ചതെന്നൊന്നുമല്ല ചോദിച്ചത്. ഖദീജ ബീവി പറഞ്ഞു, സമാധാനമായി കിടന്നുറങ്ങ് ഹബീബേ. ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരുമ്പോ അവളെ അദ്ദേഹത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന ഭാര്യയല്ല യഥാർത്ഥ ഭാര്യ. വള്ളത്തിൽ പോയി മീൻ കിട്ടിയില്ല, ടെൻഷൻ അടിച്ച് വരുമ്പോ ഭാര്യ മീൻ കിട്ടിയില്ല, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ മീൻ കിട്ടാത്തത് എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നവളല്ല ഭാര്യ. ശരി പോട്ടെ ഇച്ച, നാളെ കിട്ടും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അല്ലെങ്കിൽ മറ്റേ നാളെ കിട്ടും, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ഭാര്യയാണ് യഥാർത്ഥത്തിൽ സാലിഹത്തായ ഭാര്യ. അങ്ങനെ ഒരു ഭാര്യയായിരുന്നു നബി തങ്ങൾക്ക് ആദ്യമായി കിട്ടിയത്. ആ ഭാര്യയുടെ പേരാണ് ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ. ഏറ്റവും ടോപ്പ് നല്ല ഭാര്യ. 25 വർഷം കുടുംബജീവിതം നയിച്ചു. എന്നൊരു വാക്ക് സംസാരിച്ചിട്ടില്ല. ഭർത്താവിനെ നോക്കിയിട്ട് ചൊടിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. 25 വർഷം വരെ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇന്നേ വരെ ദേഷ്യപ്പെടാത്ത ഭാര്യ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഭർത്താവ് കൈവെക്ക്. ഇതുകൊണ്ട് വരണം. 25 വർഷം നമ്മളിപ്പോ കല്യാണം കഴിച്ചു. എനിക്ക് പറയാൻ പറ്റില്ല, നമ്മളെപ്പോഴും ജോഡിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. 25 വർഷം നബിയുന റസൂലുള്ളാഹി ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു ജീവിച്ചു. 25 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രാവശ്യം. ഖദീജ റളിയല്ലാഹു തആല ഹിന്ദ് രണ്ട് മക്കളുണ്ട് വേറെ കല്യാണത്തിൽ. ഖദീജ ബീവിയെ വേറെ വിവാഹം കഴിച്ചതിൽ 2 മക്കളുണ്ട്. ആ മക്കളുടെ പേര് ഹിന്ദ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പേര് ഹിന്ദ്. ഹിന്ദ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെൽ എന്നാണ്, നല്ല മണം എന്നാണ്, സുഗന്ധം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്ത്യ രാജ്യത്തിന്റെ പേര് ഹിന്ദ്. നമ്മുടെ പേരെ എടുത്തിട്ടിരിക്കുന്ന ഹിന്ദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ നാട്ടിൽ പയിക്കാൻ നോക്കുകയാണ്. നമ്മുടെ പേരാണ് ഹിന്ദ്. ഖദീജ റളിയല്ലാഹു മക്കളുടെ പേര് ഹിന്ദ്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ പേര് ഹിന്ദ്. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ എന്ന ഒരു സഹാബത്ത് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഹിന്ദ് ഖദീജ ബീവിയുടെ ആദ്യത്തെ വിവാഹത്തിലെ മക്കളായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നബിയിൽ നിന്ന് 6 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. 7 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, 4 ആണും 3 പെണ്ണും. ആ 4 പെണ്ണും 3 ആണ്. 4 പെണ്ണ് 3 ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഖദീജ ബീവിക്ക് നൽകി. ബാക്കി ഒരു ഭാര്യയിലും മക്കളില്ല. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു തആല അത് ഒരു അടിമ പെണ്ണാണ്. അതൊരു അടിമ പെണ്ണ്. അതിലൊരു കുട്ടിയുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് 7. സോറി, അപ്പൊ 4 2 6. ഖദീജ റളിയല്ലാഹു തആലക്ക് 4 പെണ്ണ് 2 ആണ്, 6 മക്കളെ. മാരിയത്തുൽ ഖിബ്തിയ്യയിൽ ഒരു ആൺകുട്ടി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കൾ. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അന്നയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 2 6 മക്കളുണ്ടെങ്കിൽ നബി തങ്ങൾ ഹയാത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ 5 മക്കളും വഫാത്തായി. 5 മക്കളും മരണപ്പെട്ടു പോയി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് ബാക്കിയായത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞ് ഫാത്തിമ ബിബി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹ തൻഹയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കുടുംബ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരെ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല, ചൊടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് നടക്കുമോ? ഇതായിരുന്നു നബിയുടെ കുടുംബ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതം കേൾക്കണം. അത് ഇരുന്ന് തന്നാ പറഞ്ഞു തരാം. ഭയങ്കര രസമാണ് സംഭവം. ഒന്നിലധികം ഭാര്യമാരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയ നബിതങ്ങൾ നമുക്ക് ഒന്നിനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് അടുത്തതിനെ നമ്മൾ തിരയുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു ചങ്ങാതി ഫോൺ വിളിച്ചു സംസാരിച്ചു. എന്റെ കൂടെ വന്ന ഡ്രൈവറിനോട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ചങ്ങാതിയോട് സംസാരിക്കാൻ അപ്പോൾ ആൾ പറഞ്ഞു, ഉസ്താദ് 2 പെണ്ണ് കെട്ടിയ ആളായി വിളിക്കുന്നു എന്ന് പറഞ്ഞു. 2 പെണ്ണെട്ടിയ? അതെ, ഒന്ന് കണ്ണൂരിൽ നിന്ന്, ഒന്ന് ബടുക്കലിൽ നിന്ന്. അപ്പൊ അയാൾ പറയാം, ഫോൺ വിളിച്ചിരുന്നപ്പോ ഞാൻ 2 പെണ്ണുകളെ കിട്ടിയ മാഷാ അല്ലാഹ്, ഞാൻ അയാളെ ആശംസിക്കാം. ഉസ്താദേ, ഞാൻ കരിമ്പ് ജ്യൂസിന്റെ മിഷ്യൻ പോലെയാണ്. അവിടുന്ന് കുറച്ച് അവള് പിഴിയും, ഇവിടുന്ന് കുറച്ച് പിഴിയും. അവിടുന്ന് കരിമ്പെടുത്ത് വെച്ച് കൊടുത്ത് പിഴിഞ്ഞേ ആ ജ്യൂസ് മിഷ്യനായി ഞാൻ ആകെ തകർന്നു.
ഇതിനോട് പറയാം, ഞാൻ സബർ പഠിച്ചു ഉസ്താദേ, ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളായിരുന്നു, എനിക്കിപ്പോ ഭയങ്കര സബർ അല്ലാഹു തന്നു. ഈ രണ്ട് കല്യാണം സബറാക്കിയല്ലേ പറ്റൂ. എല്ലാവർക്കും രണ്ടെണ്ണം കെട്ടണമെന്ന് മോഹമുണ്ട്, ആഗ്രഹമുണ്ട്. അല്ലാഹു കബൂലാക്കി കൊടുക്കട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്ത? ചിലര് ആമീൻ പറയാം. പരിശോധിച്ച് നോക്കിയത് ആരെങ്കിലും ആമീൻ പറയുന്നുണ്ട് ചുണ്ടിൽ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ അല്ലാഹു കബൂലാക്കി കൊടുക്കട്ടെ. ആരും മുണ്ടുന്നില്ല. പെണ്ണുങ്ങന്മാർ അവിടെ നോക്കിട്ട് രാത്രിയോട് ചോദിക്കും, നിങ്ങൾ ആമീൻ പറഞ്ഞില്ല? നിങ്ങൾ ആമീൻ പറഞ്ഞില്ല? ഞാൻ ഇപ്പൊ നോക്കും, നെറ്റ് എടുത്ത് വെച്ച് നോക്കും, ഞാൻ നിങ്ങൾ ആമീൻ പറഞ്ഞു. ചുണ്ട് അപ്പൊ ഒന്നിനെ കൊണ്ടുപോലെ വലിയ പാടല്ല. പഠിപ്പിച്ച് കാണിച്ചു തങ്ങൾ അത് കാണിച്ചു തന്നു, എങ്ങനെയാണ് വിവാഹം കഴിച്ച് അവരുമായിട്ട് എങ്ങനെ കഴിച്ചുകൂടിയെന്നുള്ളത്. ഖദീജ റളിയല്ലാഹു തആല 25 വർഷം ജീവിച്ചു. ഖദീജ ബീവിക്ക് ഒരു ഓഫർ അല്ലാഹു നൽകി. എന്ത് ഓഫർ എന്നറിയോ? ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുമ്പോ ഖദീജ ബീവിയെ കുറിച്ച് ഒരു സന്തോഷ വാർത്തയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നബിയേ, ഗാർഹിറായിൽ വിശ്രമിക്കുന്ന ഖദീജ ബീവിക്ക് വേണ്ടി അല്ലാഹു സലാം അറിയിച്ചിരിക്കുകയാണ്. നബിയേ, ഭാര്യമാരിൽ അല്ലാഹു സലാം അറിയിച്ച ഒന്ന് രണ്ട് ഭാര്യമാരാണ്. അതിലൊന്ന് ഖദീജ, ഒന്ന് ആയിഷ റളിയല്ലാഹു തആല സലാം അറിയിച്ചു. അല്ലാഹുവിന്റെ സലാം പറയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഖദീജയാണ് അവിടുത്തെ ഭാര്യ, അവളിതാ കടന്നു വരും കേട്ടോ. അവളുടെ കയ്യിൽ ഭക്ഷണത്തിന്റെ പാത്രമുണ്ട് കേട്ടോ, അതിൽ ഭക്ഷണമുണ്ട് നബിയേ. അവൾ കടന്നു വരുമ്പോ ഫബശ്ശിർഹാ, അവൾക്ക് സലാം ചൊല്ലിയതിനു ശേഷം ഫബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊണ്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. സ്വർഗ്ഗത്തിൽ ഒറ്റ മാണിക്യം, ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം, ഒരു ഒച്ചപ്പാടില്ലാത്ത, ബഹളമില്ലാത്ത, ടെൻഷനില്ലാത്ത ഒരു ഭവനത്തെ കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. മുത്തിനാലുള്ള കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് കാരണമെന്നറിയോ? ഖദീജ 25 വർഷ കാലയളവില് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കാനുള്ള കാരണം, ലം തർഫഅ സൗതഹാ അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഇലാ യൗമിൻ ദഹ്റൻ ഇലാ ദഹ്രി, ഒരു ദിവസം പോലും, ഒരു കാലത്തിൽ പോലും, സെക്കൻഡിൽ പോലും, 25 വർഷത്തെ കാലയളവിൽ ഒരിക്കൽ പോലും നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടേ ഇല്ല. കാലയളവിൽ നബി തങ്ങളെ നോക്കിയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കാത്ത ഒരൊറ്റ കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യ കിട്ടും, അങ്ങനെയുള്ള ഭാര്യയാണെങ്കിൽ കിട്ടും. നിങ്ങൾ ഇരിക്കുന്ന ഇച്ഛാമാര് നിങ്ങളുടെ മുന്നിൽ ഒരിക്കലെങ്കിലും ശബ്ദമുയർത്തി സംസാരിക്കാത്ത ഭാര്യമാരുണ്ടോ? എന്റെ പ്രഭാഷണം ലൈവിലൂടെ കേൾക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഭർത്താവിനെ നോക്കിയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കുകയോ ചൊടിക്കുകയോ ചെയ്യാത്ത ഭാര്യമാരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം അല്ലാഹു അവർക്കും നൽകും പെങ്ങളെ. കൊടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. ഭർത്താവിനോട് ചോദിക്കാൻ പാടില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ പാടില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ പാടില്ല. നടക്കുമോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരിക്കാടി, കടവത്ത്, കടപ്പുറത്തിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ അവർക്ക് വേണ്ടി ഇപ്പൊ ദുആ ചെയ്യും.
ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയി പൊരുത്തം ചോദിക്കണേ. ഇനി മരിക്കുന്നത് വരെ എനിക്കറിവില്ലാതെ ഞാൻ പറഞ്ഞു പോയതാ, പൊരുത്തം തരണം കേട്ടോ, മാപ്പ് ചെയ്യണം കേട്ടോ എന്ന് പൊരുത്തം വാങ്ങിയിട്ട് ജീവിച്ചോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് മടക്കി തരും കേട്ടോ. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും പൊരുത്തപ്പെട്ട് കൊടുത്തേക്കണം. തങ്ങൾ ഒരുപാട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹു തആല 25 വർഷം ജീവിച്ചു. കമാന്നൊരക്ഷരം നബിയെ നോക്കി പറഞ്ഞിട്ടില്ല. എന്നാൽ നബിതങ്ങളെക്കാട്ടിലും സമ്പത്തുണ്ട്, നബിതങ്ങളെക്കാട്ടിലും ആരോഗ്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വയസ്സുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്പത്ത് കൂടുതലാണ്. ഇന്ന് സമ്പത്തുള്ള പെണ്ണല്ലേ ഭർത്താക്കന്മാരോട് കയർക്കുന്നത്, ചൊടിക്കുന്നത്, ദേഷ്യപ്പെടുന്നത് സമ്പത്തുള്ള പെണ്ണല്ലേ. അത് പാടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ ഖദീജ റളിയല്ലാഹു തആല അന്ന സമ്പന്നയായിരുന്നു. ആ ഖദീജ ബീവിയെ കൊണ്ടാണ് പരിശുദ്ധമായ ദീന് അല്ലാഹു നിലനിർത്തിയിരുന്നത്. ശഅബ് അബീ താലിബിൽ 3 വർഷത്തോളം പട്ടിണിയിൽ കിടന്ന നബിയെയും സ്വഹാബത്തിനെയും സഹായിച്ചത് ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ടായിരുന്നില്ലേ? ആ ഖദീജ ബീവി ഇസ്ലാമിന് വേണ്ടി പണം ചെലവാക്കിയില്ലേ? ദീനിന് വേണ്ടി പണം വാരി എറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരിക്കൽ ആയിഷ ബീവി ചോദിക്കുകയുണ്ടായി നബി തങ്ങളോട്, എപ്പോഴും നബിയെ നിങ്ങൾ ഖദീജ 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 എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നടക്കുന്നത്, ഒരു ദിക്ർ പോലെയല്ലേ? ഇന്നഹാല കാനത്ത് അജൂസ, അവരൊരു കിഴവിയായിരുന്നില്ലേ, തൊണ്ടിയായിരുന്നില്ലേ? വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാൾ എത്രയോ ചെറുപ്പക്കാരിയായ ബാല്യക്കാരിയായ ആയിഷയെ പോലുള്ള പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ നബിയെ? എന്തിനാണ് പിന്നെ തൊണ്ടിയായ ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുന്നതെന്ന് മതിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇല്ലാ ആയിഷ മാ അഖ്ലഫനി അല്ലാഹു ഖൈറൻ മിൻഹാ, എനിക്ക് എന്റെ ഖദീജയേക്കാൾ ശ്രേഷ്ഠയായ ഒരു പെണ്ണിനെ അല്ലാഹു നൽകിയിട്ടേ ഇല്ല. ആയിഷ ബീവിക്ക് അസൂയ കൊണ്ടിട്ട് രണ്ടുകൊണ്ടിട്ടുള്ള പ്രശ്നം അതാ, ഒന്നും പറയാൻ പറ്റൂല. ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കും നബി തങ്ങള്. ആദ്യത്തെ പെണ്ണിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഒരു ഭാര്യ മരിച്ചുപോയി, രണ്ടാമതൊരു പെണ്ണ് കെട്ടിന്ന് വെച്ചോളി. ആദ്യത്തെ പെണ്ണ് കെട്ടിയത് നമ്മൾ മൈക്കാളത്ത് കെട്ടി വെച്ചോളി മംഗലാപുരത്തുനിന്ന്. രണ്ടാമത്തെ പെണ്ണ് മഞ്ചേശ്വരത്ത് കെട്ടി. ആദ്യത്തെ മരിച്ചുപോയി, മഞ്ചേശ്വരത്ത് പെണ്ണും കെട്ടി. അവളെ കാട്ടിൽ കുറച്ച് ചൊറുക്കുണ്ട് കാണാന്. എന്റെ സുഹറ നല്ല എന്റെ സുഹറ ഓളെ കൊണ്ട് നല്ല പേരുണ്ടായിരുന്നു. എന്റെ സുഹറ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെയൊക്കെ ശ്രമിക്കുമോള്, മഞ്ചേശ്വരക്കാരി പെണ്ണ് കുറെയൊക്കെ ശ്രമിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുഹറ. അപ്പൊ ഒരു ദിവസം ഇരുന്ന് ചുമ്മാ ഈ ചങ്ങാതി ഇരുന്ന് പാടുന്നു, ഓട്ടനെ ഓടിച്ചൊളിക്കാൻ ഇങ്ങടെ കുറെ സുഹറ ഞങ്ങളൊന്നും പെണ്ണല്ലേ, നമ്മളൊന്നും അവളെ കാണത്ര സൗൾക്കുള്ളവള്, സുന്ദരിയും സൗന്ദര്യവും ആരോഗ്യമുള്ളവള്, ചെറുപ്പക്കാരി ബാല്യക്കാരി, പിന്നെ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. ഖദീജ റളിയല്ലാഹു തആലയെ കുറിച്ച് ആയിഷ ബീവി ഇങ്ങനെ നടന്ന് രണ്ടുപേരും കൂടെ ഇങ്ങനെ വാക്കിങ്ങിന് പോകുമ്പോ നബിതങ്ങൾ കൈക്ക് പിടിച്ചിട്ട് പുറത്തു പോകുമ്പോ ഖദീജ കുറിച്ച് പറയടി, എന്റെ ഖദീജ ഉണ്ടല്ലോ, എന്റെ ഖദീജ അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു. ആ മൗലൂദ് ഓതിക്കൊണ്ടു, ഖദീജ ബീവിയെ കുറിച്ച് മൗലൂദ് ഓതിക്കൊണ്ടു. അത് പിടിക്കൂല, പിടിക്കൂല. ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് അടുത്ത പെണ്ണിനെ പിടിക്കൂല. ദേഷ്യപ്പെട്ടു ഖദീജ. ആയിഷ ബീവി ഹൽ കാനത് ഇല്ലാ അജൂസ, നബിയേ എപ്പോഴും ഖദീജ 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 എന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് അവൾ ഒരു കിളവിയായിരുന്നില്ലേ, തൊണ്ടിയായിരുന്നില്ലേ? വഖദ് അബ്ദലനി അല്ലാഹു ഖൈറൻ അബ്ദലകല്ലാഹു ഖൈറൻ മിന്നാ, ഞങ്ങളെ പോലുള്ള സുന്ദരികളും സുമുഖികളുമായ ചെറുപ്പക്കാരികളെ അല്ലാഹു നിങ്ങൾക്ക് തന്ന് സന്തോഷിപ്പിച്ചില്ലേ നബിയേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? അതെങ്ങനെ ഇഷ്ടപ്പെടും? 25 വർഷം എനിക്ക് മക്കളെ തന്നത് എന്റെ ഖദീജ ബീവിയിലൂടെയാണ്. ദീനിനെ നിലനിർത്തിയത് അവളുടെ സമ്പത്തിലൂടെയാണ്. നന്ദി വേണം, ഭർത്താക്കന്മാരാണെങ്കിൽ നന്ദി വേണം. അല്ലാഹുവിന്റെ റസൂൽ പരസ്യമായി പറഞ്ഞു, ലാ മാ
അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ ഇല്ലാ ആയിഷ എനിക്ക് എന്റെ ഖദീജയേക്കാൾ ശ്രേഷ്ഠയായ പെണ്ണിനെ അല്ലാഹു തന്നിട്ടില്ല കേട്ടോ. എന്താ കുഴപ്പം? ഖദീജ ആയിഷ റളിയല്ലാഹു തആലക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചെറുപ്പക്കാരി ഖദീജ, ആയിഷ ബി ചെറുപ്പക്കാരി, മറ്റേത് വയസ്സിയാണ്. ഇടയ്ക്ക് തൊണ്ടീന്ന് വിളിച്ചും പോയില്ലേ? ഭയങ്കര ടെൻഷനായി പോയി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഖദീജയേക്കാൾ ശ്രേഷ്ഠയായ പെണ്ണ് എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു, ആയിഷ പരിശുദ്ധമായ ദീനിനെ നിലനിർത്തിയത് അവളുടെ സമ്പത്ത് കൊണ്ടിട്ടാണ്. എനിക്ക് അല്ലാഹു മക്കളെ തന്നത് അവളുടെയാണ്. ആയിഷ അബീ താലിബിനെ പട്ടിണി കിടക്കുമ്പോ, ഉപരോധത്തിൽ കിടക്കുമ്പോ അവളുടെ സമ്പത്ത് കൊണ്ടാണ് അല്ലാഹു തആല ഞങ്ങളെ സഹായിച്ചത്. ദീനിന് വേണ്ടി കോടാനുകോടി ദിർഹമുകള്, ദിനാറുകള് നൽകിയത് എന്റെ ഖദീജയാണ്. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയെ ഓർത്തിട്ട് ആടിന്റെ ഇറച്ചി ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് നബി തങ്ങൾ കൊടുത്തു വിടുമായിരുന്നു. മരണപ്പെട്ടു പോയവർക്കുണ്ട് നമ്മൾ ചെയ്യുന്ന സദഖ, അതാണ് ഏറ്റവും വലിയ ഭക്ഷണം കൊടുക്കുന്നവരെ കുറിച്ച് ഓർത്തിട്ട് ഒരു നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നില്ലേ? ഖദീജ ബീവിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആടിനെ അറുത്തിട്ട് അവരുടെ തോഴിമാർക്കെല്ലാം കൊടുത്തു വിടും. എന്റെ ഖദീജ, എന്റെ ഖദീജ. പെട്ടെന്ന് ഓർക്കണം, അതാണ് ഓർക്കണം. ഇന്ന ഹിസ്നൽ അഹദി മിനൽ ഈമാൻ. പൂർവികരുടെ ചരിത്രങ്ങൾ ഓർക്കൽ അത് സുന്നത്താണ്, ഈമാന്റെ ഭാഗമാണ്. മറന്നു പോവരുത് കേട്ടോ. ബദറിൽ പിടിക്കപ്പെട്ട ബഹുമാനപ്പെട്ട, അതിൽ നിന്ന് സഹാബാക്കളുമുണ്ട്, പിന്നീട് മുസ്ലിമായവരുമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബദറിൽ പിടിക്കപ്പെട്ട തടവുകാരുടെ കൂട്ടത്തില് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മകള് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അബുൽ ആസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം കഴിച്ച അബുൽ ആസ് ഇബ്നു റബീഅ അന്ന് മുസ്ലിമായിട്ടില്ല. പക്ഷെ ബദറിൽ വെച്ച് തടവ് പുള്ളികളായിട്ട് 25 പേരെ പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. ഇതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാണ്, മക്കാരെ, നിങ്ങളുടെ നാട്ടുകാരും കുടുംബക്കാരുമാണ്. ഞങ്ങളെ കൊല്ലാൻ വന്നപ്പോ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൊണ്ടുവന്ന് മോചന ദ്രവ്യം നൽകി ജാമ്യത്തിൽ കൊണ്ടുപോകാം. ആരെ ഞങ്ങൾ കൊല്ലുന്നില്ല. ഇസ്ലാം മതം പഠിപ്പിച്ച കണ്ടോ? ഇസ്ലാം എത്ര നല്ല മതം, ആലോചിച്ച് നോക്കി. നബി തങ്ങളെ ഈ സഹാബത്തിനെ വകവരുത്താൻ വന്ന ഇസ്ലാമിന്റെ പ്രതിയോഗികളെ അറസ്റ്റ് ചെയ്ത് മദീനയുടെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് ബന്ദികളാക്കി ഇട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് ചെയ്യണം? ചിലര് പറഞ്ഞു കത്തിയരെ, ചിലര് പറഞ്ഞു കത്തിച്ചുകളാ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ, ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരൊക്കെ അല്ലേ, നമ്മുടെ കൂടെ നാട്ടിലൊക്കെ സഹവസിച്ചവരല്ലേ, എന്തെങ്കിലും അവിടെ കുടുംബക്കാരെ അറിയിച്ചിട്ട് ജാമ്യ തുക കെട്ടിവെച്ചിട്ട് അവരെ അങ്ങ് സ്വതന്ത്രരാക്കി. അതാണ് അതല്ലാതെ കൊന്നു കളഞ്ഞില്ല. അവരെ കൊല്ലാനോ കത്തിക്കാനോ തയ്യാറായില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ വാക്ക് കേട്ടിട്ട് മക്കക്കാരെ വിളിച്ചറിയിച്ചു, നിങ്ങൾ മോചനദ്രവ്യം കൊണ്ടുവന്നിട്ട് ഇവരെ നിങ്ങൾ ജാമ്യത്തിൽ കൊണ്ടുപോയിക്കോ. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പൊന്നുമോൾ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ കൂട്ടത്തിലുണ്ട്. സൈനബ റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കുന്ന ദിവസത്തില് ഖദീജ ബീവി കൊടുത്തു വെച്ച മാലയുണ്ടല്ലോ, ഖദീജ ബീവിയുടെ കഴുത്തിൽ അടങ്ങിയിരുന്ന മാല പൊന്നുമോള് സൈനബക്കാണ് ഖദീജ അത് സമ്മാനിച്ചത്. ആ കഴുത്തിൽ കിടന്ന സൈനബിന്റെ മാല അഴിച്ചിട്ട് ദൂതന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കാൻ എന്റെ ഉപ്പയായ നബി തങ്ങളോട് പറയണേ. ഭർത്താവിനോടുള്ള സ്നേഹം. ഭർത്താവ് മുസ്ലിമായിട്ടില്ല, മുനാഫിക്കായിരുന്നു, മുസ്ലിമായിട്ടില്ല, പിന്നീട് മുസ്ലിമായി. ആ മുസ്ലിമാകാതിരുന്നിട്ട് പോലും സൈനബ് റളിയല്ലാഹു തആല തന്റെ കഴുത്തിൽ കിടന്ന മാല ഊരിയിട്ട് എന്റെ ഭർത്താവിനെ മോചിപ്പിക്കണം, നബിയോട് കൊടുത്തു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സുബഹി കഴിഞ്ഞ് ആ കെട്ടങ്ങനെ അഴിച്ചു നോക്കുമ്പോ ഖദീജ തന്റെ പ്രിയ
പ്രിയതമയായ പ്രിയങ്കരിയായ ഖദീജയുടെ മുഖമാണ് അതിൽ തെളിഞ്ഞു വന്നത്. ഫബകാ റസൂലുള്ളാഹി ബുകാഅൻ ശദീദാ. നബി തങ്ങൾ ദീർഘനേരം കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുകയാ. സഹാബത്ത് കരുതിപ്പോയി. പൊന്നുമോളുടെ മാല കണ്ടിട്ട് നബി തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, അവിടുത്തെ മരുമകനായ അബുൽ ആസ് ബിൻ റബീഅനെ നിരുപാധികം വിട്ടയക്കണം നബിയേ. ആ മാല മടക്കി കൊടുക്കൂ നബിയേ. ആ മാല വാങ്ങേണ്ട സഹാബത്ത് ഒന്നടങ്കം തീരുമാനിച്ചു. അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണേ, വെറുതെ വിടണേ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് മറുപടി പറഞ്ഞു, ഈ സഹാബത്തെ, ഞാൻ അതിനല്ല കരഞ്ഞത് കേട്ടോ. എന്റെ ഭാര്യയായ, എന്റെ എല്ലാമെല്ലാമായ, എന്റെ ചങ്കായ, എന്റെ ജീവിതത്തിന്റെ തുടിപ്പായ എന്റെ ഖദീജയുടെ മുഖമാണ് എനിക്ക് ഈ മാലയിലൂടെ ഓർമ്മ വന്നു പോയത്. പഴയകാല ചരിത്രങ്ങൾ ഓർക്കൽ ഈമാനിന്റെ ഭാഗമാ. അങ്ങനെയാണ് എന്റെ ഭാര്യയായ ഖദീജയെ ഞാൻ ഓർത്തുപോയി കരഞ്ഞതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖദീജ റളിയല്ലാഹു തആല മാല വർഷങ്ങൾക്ക് ശേഷം കണ്ട് ആ ഭാര്യയെ ഓർത്ത് കരഞ്ഞുപോയി. മരണപ്പെട്ടു. ഭാര്യ ഓർത്ത് കരഞ്ഞുപോയി. എത്രയോ ഭാര്യമാർ വേറെയുണ്ട്. പക്ഷെ എന്നാലും അതല്ല, ആ പഴയ ഭാര്യ തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അത് ഓർത്തിട്ട് കരഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞതാ, പഴയ കാര്യങ്ങൾ ഓർക്കൽ ഈമാന്റെ ഭാഗമാണ്. ഇപ്പൊ മരിച്ചുപോയവരെ ഓർക്കൽ, പൂർവികരെ ഓർക്കൽ, ഇതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. അതൊക്കെ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി. അവരൊക്കെ മരിച്ചവരെ അങ്ങനെ അങ്ങോട്ട് വിട്ടാലോ പിന്നെ അവർക്ക് വേണ്ടി ആരാ ദ്വാരക്കുക? അവർക്ക് വേണ്ടി പിന്നെ ആരാണ് പ്രാർത്ഥിക്കുക? അതുകൊണ്ട് അവർക്ക് വേണ്ടി ആരാണ് സദഖ ചെയ്യുക? ഇന്ന ഹുസ്നുൽ അഹദി മിനൽ ഈമാൻ. ആ ഖദീജ ബീവിക്ക് മറ്റൊരു ഗുണം കൂടി അല്ലാഹു നൽകി. എന്താണെന്നറിയുമോ? ഖദീജ റളിയല്ലാഹു തആല അൻഹാ വഫാത്താകുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്കൊരാഗ്രഹമുണ്ട് നബിയേ. എന്താണ് ആഗ്രഹം? ഖദീജ ബീവിയുടെ രോഗം മോചിക്കുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖദീജയുടെ അരികിലേക്ക് പോകുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്മഅ വസായാ, എനിക്ക് കുറച്ച് വസിയത്ത് ചെയ്യാനുണ്ട് നബിയേ. ആ വസിയത്ത് നിങ്ങളൊന്ന് കേൾക്കണം നബിയേ. ഭാര്യമാരെ ശ്രദ്ധിക്കണേ, ഈ പ്രഭാഷണം കേൾക്കുന്ന ഭാര്യമാരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. കൊടുങ്കടലിലേക്ക് പോയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് അന്നം തരുന്നവരാണ്. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. കാറ്റിലും കോളിലും ആ തോണിയമാണ് മറിഞ്ഞു പോയാൽ ഇടിമിന്നൽ വന്നാൽ, കൊടുങ്കാറ്റടിച്ചാൽ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് പടച്ചവരെ, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. സർവത്യാഗവും സഹിച്ച് നടുക്കടലിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി വിയർപ്പിനെ, രക്തത്തെ വിയർപ്പിന്റെ തുള്ളിയാക്കി മാറ്റിയിട്ട് ചോര നീരാക്കി നിങ്ങളുടെ മുന്നിലേക്ക് അന്നം കൊണ്ടുവരുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവരേറ്റവും ശ്രേഷ്ഠരാണ് എന്നതിന്റെ തെളിവാണ് മഹദിയായ ഖദീജ ബീവി നമുക്ക് ഇവിടെ അറിയിച്ചു തരുന്നത്. ഖദീജ ബീവി വഫാത്താകുന്ന സമയമായപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്മഅ വസായാ, എന്റെ വസിയത്ത് നിങ്ങളൊന്ന് കേൾക്കണം നബിയേ. പറയൂ ഖദീജ, പറയൂ ഖദീജ. അല്ലാഹുവിന്റെ റസൂലിനോട് ആദ്യമായി മരണവേദന അനുഭവിച്ചു കിടക്കുന്ന ഖദീജ പറഞ്ഞതെന്തെന്നറിയോ? ഫഅഫു അന്നീ യാ റസൂലല്ലാഹ്. ഓർക്കണേ പെങ്ങളെ, ഈ വാത് കേൾക്കുന്ന ഏത് പരിസരത്തിരിക്കുന്നോ, വീട്ടിലിരിക്കുന്നോ, ഈ പരിശുദ്ധമായ പള്ളിയുടെ പരിസരങ്ങളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചിട്ട് നിങ്ങൾ യാചിക്കേണ്ട ഒരു വാക്കാ ഖദീജ ബീവി നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. ആ ഖദീജ ബീവി നബി തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാണ്, ഫഅഫു അന്നീ യാ റസൂലല്ലാഹ്, ഇന്നി
ഖാസിറുൻ ഫീ ഹഖിക യാ റസൂലല്ലാഹ്. നബിയേ 25 വർഷത്തെ കാലയളവില് ഒരുപാട് അപാകതകൾ ന്യൂനതകൾ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് വന്നിട്ടുണ്ട് യാ റസൂലല്ലാഹ്. പൊരുത്തപ്പെടണേ നബിയേ, പൊരുത്തപ്പെടണേ നബിയേ. അങ്ങ് പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ എനിക്ക് ആഖിറത്ത് നഷ്ടമാകുമെന്ന് ഞാൻ ഭയപ്പെടുകയാ. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ വസിയത്ത് ഫഅഫു അന്നി യാ റസൂലല്ലാഹ്, എന്നോട് പൊരുത്തം തരണം നബിയേ. എനിക്കത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പോയി, വല്ലാത്ത വിഷമമായി പോയി. നബി തങ്ങളോട് പൊരുത്തം ചോദിക്കുന്ന ഭാര്യ 25 കാലയളവില് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച മഹദിയായ ഖദീജ, പണം ചെലവഴിച്ച മഹദിയായ ഖദീജ. ആ ഖദീജ റളിയല്ലാഹു തആല അങ്ങനെ ചോദിച്ചപ്പോ നബി തങ്ങൾക്ക് അതങ്ങോട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ ഗദ്ഗദത്തോടു കൂടി പറഞ്ഞു, ഹാശാ വകല്ലാ മാ റഅയ്തു മിൻകി ഖാസിറാ. എന്റെ ഖദീജേ, നീ അങ്ങനെ പറയരുത് കേട്ടോ. എന്റെ ജീവിതത്തിൽ നീ ഒരു ന്യൂനത എനിക്ക് വരുത്തി വെച്ചിട്ടില്ല കേട്ടോ. എന്റെ ജീവിതത്തിൽ ഒരു പോലും ഏൽക്കാതെ എന്നെ സംരക്ഷിച്ച ഗുണമതിയായ ഭാര്യയാണ് നീ കേട്ടോ. എന്നോട് കയർക്കാത്ത ഭാര്യയാണ് നീ കേട്ടോ. എന്നെ ദേഷ്യം പിടിപ്പിക്കാത്ത ഭാര്യയാണ്. പരിശുദ്ധമായ ദീനില് ചെലവാക്കിയ പണത്തിന് കണക്കില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് ലക്ഷക്കണക്കിന് ദിർഹമുകൾ, ദീനാറുകൾ നീയാണ് ചെലവഴിച്ചത് ഖദീജ. അതുകൊണ്ട് ഖദീജ, എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും നീ എന്നോട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. എന്നോട് ചോദിക്കരുത്, കാരണം നീ എന്നോട് തൃപ്തിപ്പെട്ട ജീവിതമായിരുന്നു. ഇത്ര വലിയൊരു കുടുംബജീവിതം, ഇത്ര വലിയൊരു കുടുംബജീവിതം പൊരുത്തം വേണ്ട. നീ ഒരു തെറ്റോട് ചെയ്തിട്ടില്ല. 25 വർഷം ആലോചിച്ച് നമ്മുടെ 25 ജീവിതത്തിൽ, നമ്മുടെ 25 വർഷം ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് 25 വർഷമായ ഒരു കൈവക്ക്, 25 വർഷമായ ഒരു കൈവക്ക്. എന്താ നിങ്ങളെന്താ 10 വർഷമായുള്ള 25 വർഷം 25 വർഷം ഖദീജയോട് ജീവിച്ചിട്ട് ഒരു കുടുംബത്തിന് പ്രശ്നം. അല്ലാഹു തആല അവരുടെ ബർക്കത്തോടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈർ തരുമാറാകട്ടെ, സന്തോഷം തരുമാറാകട്ടെ, സമാധാനം തരുമാറാകട്ടെ, സന്തുഷ്ട കുടുംബ ജീവിതം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കതാണ് വേണ്ടത്. ഏയ് നീ എന്നോട് പൊരുത്തം ചോദിക്കണ്ട. അല്ലാഹു അക്ബർ. ഇന്ന് നമ്മുടെ ഭാര്യ നമ്മുടെ പൊരുത്തം ചോദിക്കണം. ഇന്ന് രാത്രി പോയി ചോദിക്കണം. രാത്രി ചോദിച്ചോ പൊരുത്തം വാങ്ങിച്ചോട്ടോ. ഭാര്യമാര് പോയിട്ട് ചാന്റെ കൈക്ക് പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കണം. നമ്മളൊന്നും ചോദിക്കണം. കാരണം നമ്മളെ ഭാഗത്ത് നിന്ന് ഒരുപാടൊക്കെ അപാകതകൾ വന്നിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമയെ കുറിച്ച് നബി തങ്ങളോട് ചോദിച്ചു സഹാബത്ത്. ഭാര്യമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കും അവരോട് ചില ഹക്കുകളില്ലേ. കല്യാണം കഴിക്കുമ്പോ പള്ളിയിൽ വെച്ചിട്ട് പെണ്ണിന്റെ ഉപ്പാന്റെ കൈക്ക് പിടിച്ചിട്ട് ഈ ചെക്കന്റെ കൈയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു തരുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയോ? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഇൻ ബിഇഹ്സാൻ. രണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തരുന്നത്. വെറുതെയല്ല ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഉപ്പമാര് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ നിങ്ങളുടെ കരള് പറിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കരള് പറിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. സന്തോഷത്തോടെ നമ്മുടെ
കൺമണി പോലെ കാത്തു സൂക്ഷിച്ച നമ്മുടെ പൊന്നുമോളെ മറ്റൊരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോ ഓർക്കണേ, നമ്മുടെ കരളാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, എന്റെ ഫാത്തിമ എന്റെ കരളാണ്. ഫാത്തിമ കരളാണ്. നമ്മൾ അത് പറിച്ചിട്ടാ കൊടുക്കുക കല്യാണം കഴിക്കുമ്പോൾ. ഇത്ര 20 വർഷം 18 വർഷം 19 വർഷം നമ്മൾ കാത്തു സൂക്ഷിച്ച് വളർന്ന നമ്മുടെ പൊന്നുമോളെ ഒരാളുടെ കൈകളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക, കൊണ്ടുപോ. പക്ഷെ കൊണ്ടുപോകാൻ പാടില്ല. 2 കരാറിന്റെ അടിസ്ഥാനത്തിലേ നീ കല്യാണം കഴിക്കാവൂ. ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കുക, വിവാഹം എന്താണ് വിവാഹം? വിവാഹം അടിച്ചുപൊളിയല്ല. വിവാഹം നിങ്ങളെ റോഡിൽ കാണിക്കുന്ന ആർഭാടം, ആഭാസവും തമ്മാടിത്തരമില്ല. വിവാഹം മണിയറയിൽ ആദ്യത്തെ രാത്രി മണിയറയിലെ കയറ്റാൻ സമ്മതിക്കാതെ രാവിലെ വരെ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് പോകലല്ല വിവാഹം. എന്ന് പറയുന്നത് 2 കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഉം ബിഇഹ്സാൻ. ഒന്ന് ഇംസാകും ബിമഅറൂഫ്, മാന്യമായ നിലയിൽ ഈ പെണ്ണിനെ നീ സംരക്ഷിക്കണം കേട്ടോ. വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ കരാറാണ് കേട്ടോ, അല്ലാഹുവിന്റെ കരാറാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, അള്ളാന്റെ കരാറാണ്. ഈ പെണ്ണിനെ നീ മാന്യമായ നിലയിൽ അവളെ സംരക്ഷിക്കണം. നിന്റെ ഭാര്യയായിട്ട് നീ ഏറ്റെടുത്തോ, അവളെ മാന്യമായിട്ട് നീ സംരക്ഷിക്കണം. ഇംസാകും ബിമഅറൂഫ്, മാന്യമായിട്ട്. എന്താ മൻസൂറ, നീ കറങ്ങ സമയായോ? എനിക്ക് പറയാൻ നിർബന്ധമൊന്നുമില്ല, പറഞ്ഞോളൂ. നമ്മുടെ ഇച്ചാമാരൊക്കെ പറഞ്ഞാൽ 2 മണി വരെ പറയാം, കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലോ. എല്ലാ ദിവസവും 10 ദിവസം പ്രസംഗം ഉണ്ടല്ലോ, കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള കാര്യം അല്ലേ? അൽഹംദുലില്ലാഹ്, നല്ല ചരിത്രമല്ലേ. അടുത്ത പ്രാവശ്യം വെള്ളത്തിക്കണം. കല്യാണം 2 കരാറിന്റെ അടിസ്ഥാനമാണ് കല്യാണം. 2 കരാറിന്റെ അടിസ്ഥാനം. ഒന്ന് ഇംസാകും മഅറൂഫ്, നല്ല രീതിയിൽ ഓളെ സംരക്ഷിക്കണം. എങ്ങനെ അത് ചോദിച്ചു നബി തങ്ങളോട്. മൻസൂറെ പഠിച്ചോ? ശരിയാവുന്നില്ലെങ്കിൽ അടുത്തൊരു പെണ്ണിനോട് കെട്ടിയിട്ട് പഠിച്ചോ. എന്താണ് കരാറടിസ്ഥാനം? ചെറുപ്പക്കാർ മനസ്സിലാക്കിയിട്ട് നാളെ പെണ്ണെട്ടാൻ പോകുന്നവരൊക്കെ പഠിച്ചോളൂ. ഈ ആഴ്ചയിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ പഠിച്ചോളൂ. വെറുതെ ഒരു പെണ്ണിനെ കെട്ടണ്ട. ഓളുടെ സൗന്ദര്യം കണ്ടിട്ട് പെണ്ണെട്ടാൻ നിൽക്കണ്ട. സൗന്ദര്യം എല്ലാം പോകും. തങ്ങൾ ചെറുപ്പക്കാരോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. യുവാക്കളെ, കുപ്പയിലെ റോസാ പുഷ്പത്തെ സൂക്ഷിക്കണേ. മാലിന്യ കൂമ്പാരത്തിൽ കിളിച്ചു നിൽക്കുന്ന, വളർന്നു നിൽക്കുന്ന, വിടർന്നു നിൽക്കുന്ന ആ റോസാ പുഷ്പം നിങ്ങൾ പറിക്കണ്ട. അതിന്റെ ചുവട്ടിലെ കിടക്കുന്നൊക്കെ മാലിന്യങ്ങളാണ്. അതിൽ കാണാൻ നല്ല രസമായിരിക്കും, ഇങ്ങനെ വിടർന്ന്. ആ റോസാ പുഷ്പത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിക്കുകയാ, കുപ്പയിലെ റോസാ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസന ഫിൽ മംബിതിസ്സൂ. കാണാൻ ചുരുക്കുള്ള സുന്ദരിയായ പെണ്ണ്, പക്ഷേ അവളുടെ ജീവിത ചുറ്റുപാട് മോശമായ തറവാടാണ്. മോശമായ തറവാട്ടിൽ വളർന്നു വന്ന സുന്ദരിയായ പെണ്ണ്, കാണാൻ ചുരുക്കുണ്ട്, സ്വഭാവം മോശം. അങ്ങനെയുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമുക്ക് ഏറ്റവും നല്ല സ്വഭാവമുള്ള പെണ്ണിനാണ്.
സൗന്ദര്യം വേണം, പക്ഷെ സൗന്ദര്യത്തെക്കാൾ സ്വഭാവം അതാണ് നമുക്ക് വേണ്ടത്. സ്വഭാവം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം സൽസ്വഭാവമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉത്തമ ഗുണമുള്ള വ്യക്തിയാണ് നബിയെ. നാളെ സ്വർഗ്ഗലോകത്ത് ആദം നബിയുടെ നീളമാണ് നമുക്ക് കിട്ടുക. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യമാണ് അല്ലാഹു നമുക്ക് നൽകുക. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വരമാധുര്യമാണ് നമുക്ക് നൽകുക. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സാണ് സ്വർഗ്ഗത്തിൽ നൽകുക, 33 വയസ്സ്. ഇതിലെല്ലാം ഉപരി ബഹുമാനപ്പെട്ട നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണ് സ്വർഗ്ഗത്തിലുള്ളവർക്ക് അല്ലാഹു നൽകുക. സ്വർഗ്ഗത്തിലുള്ള സ്വഭാവം ആരുടെ സ്വഭാവം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്ക ചൊല്ലുപ്പാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നാളെ നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മുബാറക്കായ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്തിന് അർഹതയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പേര് സലാത്ത് ചൊല്ലപ്പാ. ഇതെല്ലാം നല്ല ക്ഷീണിച്ചു പോയി. ചായ ഒന്നും കൊടുക്കാറില്ല, ചായ ഒന്നുമില്ല, ജ്യൂസ് അല്ലേ ഉള്ളല്ലേ? തണ്ണീർ പന്തൽ FCK കടവത്ത് തണ്ണീർ പന്തൽ ഫ്രീ ആയിട്ട് ജ്യൂസ് എടുക്കല്ലേ? പിന്നെന്താ ഒരു സലാത്തിന് ഒരു ഉസാറില്ലാത്ത അല്ലേ? നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സലാത്ത് ചൊല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കൻ, ലുബ്ധൻ. പൈസ എടുക്കാത്തവനല്ല. ഒരു സലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവനേക്കാൾ യുദ്ധം വേറെ ആരുമില്ല, അല്ലേ? അവനേക്കാൾ പിശുക്കൻ വേറെ ആരുമില്ല. ഒരു സലാത്തിന്റെ പേരിൽ ചൊല്ലിക്കൂടെ? അപ്പൊ നമ്മൾ അങ്ങനെ പയ്യനെ ഇരുന്നാ പോരാ, ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. എത്രയോ സലാത്തുകൾ ചൊല്ലുമ്പോൾ പാതിരാ സമയത്ത് അത്രയും കൂലി വർദ്ധിക്കല്ലേ? ഇത്ര മഹത്വങ്ങളാണ്, ചെറിയ കാര്യമല്ലല്ലോ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിതങ്ങളുടെ ശഫാഅത്തിന് അർഹത അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചെന്ന വഴികളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തട്ടിവിട്ടി പോവല്ല. ഹദീസിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ പഠിപ്പിച്ച് തരുന്നത് ഓർത്തിട്ട് ഇനിയും നിങ്ങൾ ഇൻഷാ അല്ലാഹ് പുതിയ തലമുറ വിവാഹം കഴിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ വിവാഹം കഴിച്ചാൽ അവരുടെ സന്താന പരമ്പരകൾ അവർക്ക് ഗുണമുള്ളവരായിരിക്കും. അതല്ല ഭൗതികമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യം അനുസരിച്ചുള്ള ഒരു കുടുംബ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ അതിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. യാതൊരു സംശയവുമില്ല. കല്യാണം കഴിഞ്ഞത് മുതൽ, വിവാഹം കഴിഞ്ഞ സമയം മുതൽ, ആദ്യ രാത്രി മുതൽ ചെയ്യേണ്ട കർമ്മം നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആദ്യ രാത്രിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പാഴാക്കി കളയുന്നത്. ഫസ്റ്റ് നൈറ്റ് കൂടാൻ സമ്മതിക്കൂല. ഉടനെ ചെക്കന്മാരെല്ലാരും കൂടെ ചേർന്നിട്ട് അവനെ കൂട്ടിയിട്ട് ക്രൈന്റെ മുകളിൽ കയറ്റിട്ട് ഇങ്ങനെ ഒരു ചുറ്റും മൊത്തം കൊണ്ടുപോയി ക്രൈന്റെ മുകളിൽ. അവന്റെ ഫസ്റ്റ് നൈറ്റ് ക്രൈന്റെ മുകളിലാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുവോ? ആദ്യ രാത്രി എന്ത് ചെയ്യണം? കുടുംബജീവിതം സന്തുഷ്ടമായ കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ എന്ത് ചെയ്യണം? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. രണ്ടുപേരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. തറകാ ഫിറാശഹുമാ
وقاما في الدجى يتلذذان بطاعة الرحمن. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളെ കല്യാണം കഴിച്ച് മണിയറയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ആദ്യത്തെ രാത്രി എന്തായിരുന്നുവെന്നറിയോ? രണ്ടുപേരും മുസല്ല എടുത്തവിടെ ഇട്ടിട്ട് രണ്ടുപേരും നമസ്കാരത്തിലാണ്. തഹജ്ജുദ് വരെ അവർ നമസ്കാരത്തിലാണ്. സുബഹിയുടെ സമയം വരെ നമസ്കാരത്തിലാണ്. ആദ്യത്തെ രാത്രി അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. തറകാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദ്ദദാനി ബി തആത്തിർ റഹ്മാനി. ഇന്ന് നമ്മുടെ സന്തോഷവും രസവുമെല്ലാം പടക്കം പൊട്ടിക്കലും ബഹളമുണ്ടാക്കലും പാട്ടുപാടലും നമ്മൾ ബാൻഡ് മേളമടിക്കലും റോഡിലൂടെ നിലവിളിച്ചു നടക്കലുമല്ലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മരുമക്കളുടെ കുടുംബ ജീവിതം എന്താണെന്നറിയോ? ആദ്യ രാത്രി അവർ ആ മണിയറയിൽ രണ്ടുപേരും ഉറക്കമിളക്കുകയാണ്. അവർക്കുറക്കമില്ല. അവർ ഉറങ്ങാതെ മുസല്ലയിട്ട് രണ്ടുപേരും നമസ്കാരത്തിലാണ്. യതലദ്ദദാനി ബി തആത്തിർ റഹ്മാനി. പരമകാരുണികനായ പടച്ച തമ്പുരാനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അവര് സന്തോഷം പങ്കിട്ടത് ആദ്യ രാത്രിയിലാണ്. അതെങ്ങനെയാണ്? നമസ്കാരത്തിലൂടെയാണ്. ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് മഹാനവർകളെ, ഇന്നി തസവ്വജ്തു ഇംറഅതൻ, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. വഇന്നി അഖാഫു അൻ തഫറകനി, പക്ഷേ ഞാൻ ഭയപ്പെടുന്നു അവൾ എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പല സ്വഭാവത്തിലുള്ള പെണ്ണുങ്ങളായിരിക്കാം മരുമകളായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, നമ്മുടെ ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അവളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഒരു സഹാബി വന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിച്ചു ഒരു പെണ്ണിനെ മാനവർകളെ, പക്ഷേ ഞാൻ ഭയപ്പെടുന്നു അവൾ എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന്. ഉടനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഇന്നൽ ഇൽഫ മിനല്ലാഹ് വ ഇന്നൽ ഫറക മിനശ്ശൈത്താൻ. അതേ സഹോദരാ, സ്നേഹമെന്ന് പറയുന്നത് അള്ളാന്റെ ഭാഗത്തു നിന്നുമുള്ളതാണ്. കുടുംബ ഛിദ്രത എന്ന് പറയുന്നത് പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി പറഞ്ഞു കൊടുക്കുകയാ. ആദ്യ രാത്രി മണിയറയിലേക്ക് കടക്കുമ്പോ, ഏ പുതുമണവാള, നീ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ. നിന്റെ പുറകിൽ നിന്റെ ഭാര്യയും 2 റക്അത്ത് നമസ്കരിക്കട്ടെ. രണ്ടുപേരും 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവര് രണ്ടുപേരും ദുആ ചെയ്യണമല്ലോ. അല്ലാഹുമ്മ ർസുഖ്നി മിൻഹാ വർസുഖ്ഹും മിന്നി. ഭർത്താവ് ദുആ ചെയ്യണം, അല്ലാഹുവേ എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ ഭാര്യയെയും അവളുടെ കുടുംബത്തെയും നീ സഹായിക്കണേ അല്ലാഹ്. ഭാര്യ ദുആ ചെയ്യട്ടെ, പടച്ച റബ്ബേ എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെയും എന്റെ ഭർത്താവിന്റെ കുടുംബത്തെയും നീ സഹായിക്കണേ അല്ലാഹ്. ആരാണോ ആദ്യ രാത്രി ദുആ ചെയ്യുന്നത് അവരുടെ കുടുംബത്തിൽ ഒരു പൊള്ളലും ഒരു വിള്ളലും ഉണ്ടാവുകയില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതായിരുന്നു ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ ജീവിതത്തിൽ അവസാനം അവർക്കുണ്ടായിരുന്ന കുടുംബ ജീവിതം. എന്ത് രസമായിരുന്നു, മാധുര്യമായിരുന്നു. അവരുടെ മക്കളല്ലേ പിൽക്കാലത്ത് അറിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ആ ഹസൻ ഹുസൈനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞതെന്താ? സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ
ലോകത്തിലെ യുവാക്കളുടെ യുവത്വങ്ങളുടെ നേതാക്കളാണ് അവര് കേട്ടോ. ആ ഒരു അവസ്ഥയിലെത്താനുള്ള കാരണം ആദ്യ രാത്രിയിലെ 2 റക്അത്ത് നമസ്കാരമാണ്. ആ സമയത്ത് നമ്മുടെ മക്കൾ എവിടെ? ഹൈവേയിൽ. നമ്മുടെ മക്കളുടെ 2 റക്അത്ത് നിസ്കാരം ഹൈവേയിലാണ്. അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ ഗുണം പിടിക്കാത്തത്, മക്കള് നന്നാവാത്തത്, ഭാര്യയും ഭർത്താവ് യോജിക്കാത്തത്. ആദ്യ രാത്രി പഴച്ചു പോയി. അല്ല, ആദ്യ രാത്രിയിൽ ഭാര്യയും ഭർത്താവ് ബന്ധമല്ല, അതല്ല ഫസ്റ്റ് നൈറ്റ്. ഇതാണ് ഫാത്തിമ ബീവി അലിയാർ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ ഇന്ന് നമ്മൾ അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ ഹസൻ ഹുസൈൻ സ്വർഗത്തിലെ നേതാവാണ് എങ്കിൽ ആദ്യ രാത്രിയിൽ 2 റക്അത്ത് നമസ്കാരമായിരുന്നു അവരെ രക്ഷിച്ചത്. അതുകൊണ്ടൊരു ഭർത്താവിന്റെ കടമ എന്തെന്നറിയോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, നബിയേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കടമ എന്താ? ഭാര്യമാരോടുള്ള കടപ്പാട് എന്താണ്? ഒന്ന് പഠിച്ചു വെച്ചോ. ഭാര്യമാരോടുള്ള കടമ പഠിച്ചോട്ടോ. ഭാര്യയോടുള്ള കടമ കേട്ടു. ഭാര്യയോടുള്ള കടമ ഒന്ന് പറയട്ടെ. പറയണ ഉസ്താദിന് നാളെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ? ഭാര്യയോടുള്ള കടമ പറഞ്ഞിട്ട് നാളെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താക്കും? അതുകൊണ്ട് പറയാതിരിക്കുന്നില്ല. അല്ല, ഭർത്താവിനോട് ഭാര്യയുടെ കടമ പറയട്ടെ, അത് പറയട്ടെ. അതാ പ്രശ്നമില്ലല്ലോ, ഓളുടെ പ്രശ്നമല്ലേ, ഓള് ചെയ്യട്ടല്ലേ, നമ്മുടെ പ്രശ്നം. നമുക്കാണ് കൂടുതൽ ഹക്ക്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ എന്തെന്നറിയുമോ? ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്തെന്നറിയുമോ? ഒന്ന് നമ്മൾ ഒരു പെണ്ണിന്റെ ഒരു ഉപ്പാന്റെ കൈക്ക് പിടിച്ചിട്ട് പുതുമണവാളൻ ചെക്കൻ പറയുന്നത്, ഞാൻ ഈ 2 കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് കരാർ? ഒന്ന് നീ ഭക്ഷണം കഴിച്ചാൽ അവൾക്ക് നീ ഭക്ഷണം വാങ്ങി കൊടുക്കണം. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് ഷവർമ കഴിച്ച അവൾക്ക് ഷവർമ, ഷവ്വായ കഴിച്ച അവൾക്ക് ഷവ്വായ, അൽഫഹം അടിച്ച അവൾക്ക് അൽഫഹം. ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ആരും പറഞ്ഞ് എഴുന്നേറ്റ് പോരുത്, കൊടുക്കണം. നല്ല മട്ടൻ ബിരിയാണിയാണ് അവൾ ആഗ്രഹിക്കുന്നത്, മട്ടൻ ബിരിയാണി. മട്ടൻ മന്തി വേണമെന്ന് പറഞ്ഞാൽ മട്ടൻ മന്തി വേണം. ഇനി നമ്മൾ തിന്നുന്നില്ല, അവൾക്ക് മട്ടൻ മന്തി വേണമെന്നാണ്, അത് വേണ്ട, നമ്മൾ തിന്നാൻ വാങ്ങിക്കൊടുക്കും. നമ്മൾ നല്ല അൽഫഹമൊക്കെ വാങ്ങി തിന്നിട്ട്, ഷവർമ എല്ലാം വാങ്ങി തിന്നിട്ട്, ഷവ്വായൊക്കെ വാങ്ങി തിന്നിട്ട്, ഓൾക്ക് പഴയ ഫ്രിഡ്ജിലിരുന്ന 3 ദിവസം പഴക്കമുള്ള ചോറ്, 3 ദിവസം പഴക്കമുള്ള ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതാ തിന്നാണ്ടിരിക്കാൻ. നമ്മൾ നല്ല ചൂട് മട്ടൻ ബിരിയാണി. നല്ലതല്ല, അവൾ പൊരുത്തപ്പെട്ട ഓക്കെ, ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ പിടിക്കപ്പെടും. നീ ഭക്ഷിച്ചാൽ അവൾക്ക് നീ ഭക്ഷണം നല്ലത് വാങ്ങിക്കൊടുക്കണേ. നീ നല്ല വസ്ത്രം ധരിച്ചാൽ അവൾക്കും നീ നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണേ. 3 അവളുടെ മുഖത്ത് നീ അടിക്കരുത് കേട്ടോ. 4 അവൾക്ക് ഇഷ്ടമില്ലാത്ത പേര് കൊണ്ട് നീ അവളെ വിളിക്കല്ലേ. നായിന്റെ മോളെ, പന്നീന്റെ മോളെ, അങ്ങനത്തെ മോളെ, ഡാഷ് മോളെ, ഡിഷ് മോളെ വിളിക്കാൻ പാടില്ല, തെറി വിളിക്കാൻ പാടില്ല. ഭാര്യ അങ്ങനെ വിളിക്കാനേ പാടില്ല. അവക്ക് ഇഷ്ടമില്ലാത്ത പേര് കൊണ്ട് അവളെ നിങ്ങൾ വിളിക്കരുത് കേട്ടോ. 5 വീട്ടിൽ വെച്ചിട്ടല്ലാതെ അവളോട് മുണ്ടാണ്ടിരിക്കല്ലേ. പുരയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ദേഷ്യം ചൊടിച്ചിട്ട് മുണ്ടാണ്ടിരിക്കാം 1-2 ദിവസം. പക്ഷെ വള്ളത്തിൽ പോകുമ്പോ സലാം പറഞ്ഞിട്ട് പോണം.
അവസാനം അവിടെ പോയിട്ട് കബൂലായി പോയാലേ പിന്നെ സലാം പറയാൻ പറ്റില്ല, ഫോൺ വിളിച്ചാൽ കിട്ടയില്ല, റേഞ്ചും കിട്ടില്ല. എടീ ഞാൻ നിന്നോട് ചൊടിച്ചിട്ടാ വന്നത്, കാറ്റടിക്കുന്നു, ഇടിവെട്ടുന്നു, ഞാൻ മരിച്ചു പോകുന്നു തോന്നുന്നു, സലാം പറയാൻ കഴിയുന്നില്ല, വോയിസ് വിടാനും കഴിയുന്നില്ല, നീ പൊരുത്തപ്പെടുക, എനിക്കൊരു സലാം പറയും. വള്ളത്തിൽ പോകുമ്പോ സലാം പറഞ്ഞിട്ട് പോണം. അല്ലെങ്കിൽ ഇസ്ലാം ദ്വാരക്കട ഞാൻ പോന്ന്, നീ ദ്വാരക്കട ഞാൻ പോകുന്നു, അൽഹംദുലില്ലാഹ്. ഒരേൽ നിന്നാൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിണ്ടാണ്ട് 3 ദിവസമൊക്കെ നിൽക്കാം. 3 ദിവസത്തിൽ കൊള്ളിക്കാൻ പാടില്ല. only 3 days. ഈ 3 ദിവസത്തിനകത്ത്. അപ്പൊ ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. നല്ല രീതിയിൽ അവളോട് പെരുമാറുക, നല്ല ഭക്ഷണമായി കൊടുക്കുക, അടിക്കരുത്, വഴക്കുണ്ടാക്കരുത്, തെറി വിളിപ്പിക്കരുത്, ഒന്നും ചെയ്യിക്കരുത്. തിരിച്ച് അവള് വല്ലതും ചെയ്താൽ നമുക്ക് മാക്സിമം നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ടു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഅത്തും മിൻ ലവാതി ഫിന്നാർ, 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ് കേട്ടോ. അവലുഹാ, അതിൽ ഒന്നാമത്തവൾ ബദിയത്തുൽ ഇംറഅത്തുൽ ബദിയത്തുൽ ലിസാൻ, ഐ തവീലത്തുൽ ലിസാൻ, നാവ് നീളമുള്ള പെണ്ണ്, മോശമായ നാവുള്ള പെണ്ണ് നരകത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആ നാവ് കൊണ്ട് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന, അസഭ്യം പറയുന്ന, ആക്ഷേപിക്കുന്ന പെണ്ണ് അവൾ നരകത്തിലാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭർത്താവിനെ ആവശ്യമില്ലാതെ നാവ് കൊണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല, ചുടിക്കാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, തെറി വിളിക്കാൻ പാടില്ല. സ്വർഗത്തിലെ വീട് വേണോ? ഭാര്യമാർ, സഹോദരിമാർ, പെങ്ങന്മാർ സ്വർഗത്തിലെ വീട് വേണോ? ഖദീജ ബീവി കൊടുത്ത പോലെ കൊടുക്കണോ? നാവ് സൂക്ഷിക്കും. ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യും. ഭർത്താക്കന്മാരും അതേപോലെ അവരോട് സ്നേഹിക്ക്, സംസാരിക്ക്, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്ക്. അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന കാരണം അറിയോ? നല്ലപോലെ ഞാൻ പറഞ്ഞു കേട്ടോളി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യം, ഭർത്താവിന്റെ ആവശ്യം എന്തെന്ന് ഭാര്യ മനസ്സിലാക്കുന്നില്ല, ഭാര്യയുടെ ആവശ്യം എന്താണ് എന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നില്ല. അതാണ് എന്റെ ചുരുക്കി പറഞ്ഞാൽ എന്റെ ഭർത്താവ് ചൊടിക്കാനുള്ള കാരണം എന്തൊക്കെയാണ് എഴുതി വെക്കണം. ഓരോന്നും കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം. ഷുഗർ പേഷ്യന്റ്, ചപ്പാത്തിയാണ് വൈകിട്ട് ഉണ്ടാക്കി. കൃത്യസമയത്ത് അദ്ദേഹത്തിന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചോട്. അദ്ദേഹത്തിന്റെ പാന്റ്, ഷർട്ട് ഇതെല്ലാം കഴുകി തേച്ച് ഇസ്തിരി ഇട്ട് ക്ലീൻ ആക്കി അവിടെ വെക്കണം. അദ്ദേഹം വന്ന് തുറന്നു നോക്കുമ്പോൾ റാഹത്തായിട്ട് അവിടെ ഉണ്ട്. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ചെറുപുളി ഇട്ട് നാരങ്ങ വെള്ളം വേണം. അതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടമെങ്കിൽ അത് റെഡിയാക്കി വെച്ചു. അല്ല, നല്ല ഇഞ്ചിയിട്ട മോരും വെള്ളമാണെങ്കിൽ അൽഹംദുലില്ലാഹ് റെഡിയാക്കി തണുപ്പിച്ച് വെക്കണം. വന്നോടനെ അസ്സലാമു അലൈക്കും, ഈ ചായ കുടിക്കുക. പൂമുഖവാതിലിൽ നിന്നെയും തേടി തിരിക്കുന്ന ഭാര്യ, അതല്ലേ അവളുടെ ആഗ്രഹം. നമ്മുടെ ആവശ്യം എന്താണെന്ന് അവള് മനസ്സിലാക്കണം. അതേപോലെ അവളുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവളുടെ ആവശ്യം എന്താണ് നമുക്ക് മനസ്സിലാക്കണം. അത് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ അടുത്ത് പൈസ വയ്ക്കും. പെണ്ണുങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഫുലൂസാണ്. ഈ ഫുലൂസ് കൊടുത്താൽ എല്ലാം ഓക്കെ, ബാക്കി ഒന്നും വേണ്ട. കൂടുതലും പെണ്ണുങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2000 റുപ്യ എടുത്ത് കൊടുത്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു ഇച്ചാക്ക് ആഫിയത്ത്, ആരോഗ്യ ദീർഘായുസ്സോടെ പഠിച്ചവൻ അല്ലാഹു ആഫിയത്ത് അറിയണം. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കണം. ഇച്ചാക്ക് ആഫിയത്ത് കൊടുക്കണം. എന്താ നമ്മൾ നോക്ക്, നാളെ ഒരു 1000 റുപ്യ കൊടുത്തു നോക്ക്, ദുആ എന്തായിരിക്കും? ഭയങ്കരമായ ദുആ ആയിരിക്കും. 2 ആഴ്ച പൈസ കൊടുക്കാതിരുന്ന് നോക്ക്, മുഖത്ത് ഡൗൺ ആയിരിക്കും, ചാർജ് തീർന്നിരിക്കും, മുഖം കറുത്തിരിക്കും, ഉഷാറ് കാണില്ല. എന്തപ്പാ നീ ചാർജ് കുത്തി വെച്ചില്ല, എന്റെ മുഖത്ത് ഉഷാറില്ലല്ലോ. ഒന്നുമില്ലപ്പാ, അപ്പോഴത്തേക്ക് ഇത് മെല്ലെ ഇങ്ങനെ ഉയർത്തണം. അപ്പൊ കാണാൻ ചിരി. റോസാപ്പൂ വിരിയും. റോസാപ്പൂ, ഉപ്പയിലെ റോസാപ്പൂ അല്ലേ? നല്ല റോസാപ്പൂ, ഇത് നല്ല റോസാപ്പൂ. അതുകൊണ്ട് അവർക്ക് നല്ല ഭക്ഷണമായി കൊടുക്കാൻ നല്ല പൈസ കൊടുക്കും. അതാണ് അവരുടെ ഇഷ്ടം. അപ്പൊ ഒരു ഭർത്താവിന്റെ ആഗ്രഹം ഭാര്യ മനസ്സിലാക്കുക, ഭാര്യയുടെ ആഗ്രഹം ഭർത്താവ് മനസ്സിലാക്കി രണ്ടുപേരും കൂടെ തൃപ്തിപ്പെട്ടു പോയാൽ ഒരു പ്രശ്നവും കുടുംബത്തിലുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താവ് കുറഞ്ഞ സമയം
മൊബൈൽ എന്നല്ല സംസാരിക്കില്ല. 2000 ടോക്ക് ടൈം, 4000 ടോക്ക് ടൈം പെണ്ണുങ്ങൾക്കും 20,000 ടോക്ക് ടൈം ആണുങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ദിവസം സമയമുണ്ട്. 20,000 ടോക്ക് ടൈം. 20,000 ടോക്ക് ടൈമുമായിട്ട് നമ്മൾ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് 19,900 ടോക്ക് ടൈമും മാർക്കറ്റിൽ സംസാരിച്ചിട്ട് പുരയിലേക്ക് വരും. പിന്നെ 100 ടോക്ക് ടൈമേ ഉള്ളൂ. ബാക്കി മുഴുവനും മാർക്കറ്റില്, ടൗണില്, ജംഗ്ഷനില്, പള്ളിയില്, സദസ്സില് എല്ലാം സംസാരിച്ച് തീർന്നു. പെണ്ണിന് 4,000 ടോക്ക് ടൈം, 2,000 ടോക്ക് ടൈം കുടുംബക്കാരോടൊക്കെ സംസാരിച്ചിട്ട് 2,000 ബാക്കി വെച്ചിട്ടുണ്ട്. ഭർത്താവ് വരുമ്പോ ഭർത്താവിനോട് സംസാരിക്കാം. വൈകിട്ട് 2,000 ടോക്ക് ടൈം അവർക്ക്. നമുക്ക് എത്ര ഉണ്ട്? 100 ആവുമ്പോ ബഫറിംഗ് ആവും. ടോക്ക് ടൈം ലാസ്റ്റ് കുറച്ചല്ലേ ഉള്ളൂ, ബഫറിംഗ് ആവും. പെട്ടെന്ന് ലൈൻ കിട്ടൂല, പെട്ടെന്ന് ടിക്ക് വീഴില്ല. വൈകിട്ട് വന്നു, കുളിച്ച് എല്ലാം ഫ്രഷായി, ഭക്ഷണം എല്ലാം കഴിച്ച് രണ്ടുപേരും കൂടെ ആ കടലിന്റെ സൈഡിലുള്ള ആ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് ഓപ്പോസിറ്റ് കസേരയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അൽഹംദുലില്ലാഹ് വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇയാള് മാർക്കറ്റിൽ പോയിട്ട് ഇന്ന് പൈസ കിട്ടാത്തതിന്റെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കും. ഓൾ ഇങ്ങനെ 2,000 ടോക്ക് ടൈം നിശ്ചയമായിട്ട് സംസാരിച്ച് മനസ്സിനെ കുറച്ച് റാഹത്തായിട്ട് ഇന്ന് നല്ല ഉറങ്ങാലോ എന്നുള്ള ടെൻഷനിൽ ഓള് സംസാരം തുടങ്ങും. ഇയാള് നമ്മളൊക്കെ അങ്ങനെ പോയിട്ട് ഇന്നലെ പോയിട്ടൊക്കെ വന്നില്ല, ഇച്ച നല്ല റാഹത്തില്ല, നമുക്ക് അടക്കി പോകണം. പിന്നെയും പറയും, നമുക്ക് നാളെ ഒന്ന് ബേക്കൽ കോട്ടയിലെല്ലാം ഒന്ന് പോകണം, അവിടെ എന്തൊക്കെയോ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന എന്തൊക്കെയുണ്ട്, നമുക്ക് കുട്ടികളെല്ലാം കൊണ്ടൊന്ന് പോകണം കേട്ടോ. ഉറൂസ് നടക്കുന്നില്ല, നമുക്കെല്ലാം പോണം, അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ടല്ല വരണില്ല. ഉപ്പാക്ക് സുഖമില്ലാണ്ട് കിടക്കുന്ന കുറെ നാളായി, വിളിക്കുന്ന പോരേന്ന് ഉമ്മ ഒന്ന് നമുക്ക് പോണല്ലോ. ഇവിടുന്ന് പോയി 2 ദിവസം കുട്ടികളെല്ലാം പുറക്ക് നിർത്തിയിട്ട് വരാ. ഇപ്പൊ വെക്കേഷൻ സമയമല്ലേ, സംസാരിക്കാനില്ല. ടോക്ക് ടൈം തീർന്നു. ഇയാളുടെ മൂളാനുള്ളതേ ഉള്ളൂ. 19,990 ടോക്ക് ടൈം നാട്ടിൽ സംസാരിച്ച് തീർന്നു. ഇയാൾക്കിനിയുള്ളത് മോളെ 10ാമത്തെ മോളിലോടുകൂടി അതും തീർന്നു. നിങ്ങളുടെ ടോക്ക് ടൈം തീർന്നു. അവസാനം എല്ലാം കൂടെ വാരി എറിഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ പോയിട്ട് ബെഡ്റൂമിലേക്ക് കിടക്കും. ഇവള് 1,800 ടോക്ക് ടൈം ബാക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ആരുടെ സംസാരിക്കും? അങ്ങനെ വരുമ്പോഴാണ് ഫോൺ എടുത്തിട്ട് അപ്പുറത്തുള്ള ജബ്ബാറിന് അടുത്ത ആളിൽ ലൈൻ പിടിക്കാൻ. 1,800 ടോക്ക് ടൈം തീർക്കണ്ട, എല്ലാ ദിവസവും ഇങ്ങനെ ബാക്കിയിരിക്കല്ലേ. ഭർത്താവിന് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ ഓളെന്താക്കും? അയാൾ ക്ഷീണത്തിൽ നോക്കുന്നു, ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ടോ അങ്ങനെ അറിയാം. ഇച്ച ഉറങ്ങിന്, ഇവന്റെ ബാക്കി സംസാരം അവളിലേക്ക് പോകും. നമ്മുടെ ബാധ്യത, നമ്മുടെ ഹക്ക്, ഒരു ഭാര്യയോടുള്ള ഹക്ക് നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ ഭാര്യ മറുകണ്ഠം ചാടുന്നത്. അവൾക്ക് കൊടുക്കേണ്ട ഹക്ക് നമ്മൾ കൊടുത്താൽ ഒരു ഭാര്യയെ നമ്മളെ വിട്ടു പോകൂല. സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചാൽ ഒരു ഭാര്യയെ നമ്മളെ വിട്ടു പോകൂല. ഉറപ്പ് ഞാൻ തരുന്നു. ഏതെങ്കിലും ഒരു ഭർത്താക്കന്മാർ ഭാര്യയെ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ട് അവൾ നിങ്ങളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ പറ, അതിന്റെ ദുആ ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ പറ. ഇല്ല, നമ്മൾ അവളെ പരിഗണിക്കാറില്ല, അവളെ സ്നേഹിക്കാറില്ല, അവളോട് സംസാരിക്കാറില്ല, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാറില്ല. അതായിരിക്കാം അവൾ മറുകണ്ഠം ചാടുന്നത്. അതുകൊണ്ട് നമ്മൾ അവളോട് സംസാരിക്കണം, കുറെ ടൈം സംസാരിക്കണം. സംസാരിക്കണം. ഫോൺ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടരുത്, ചൂടാവരുത്. ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ല, എനിക്ക് പിന്നെ വിളിച്ചാൽ മറ്റോൾ വിളിക്കും. അഡീഷണൽ പറയുന്നത് സ്പീക്കർ ഓണാക്കിയിട്ട് താഴെ വെക്കും. ആര്? കാമുകി അഫയർ. ഭാര്യ വിളിക്കുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത് നിനക്കറിയില്ലേ, ബയ്യ വിളിക്ക്. എത്ര വ്യത്യാസം, രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. യഥാർത്ഥ അസല് വിളിച്ചപ്പോ ദേഷ്യപ്പെടുന്നു, ഡൂപ്ലി വിളിച്ചപ്പോ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അപ്പൊ ആരോടാ നമുക്ക് മഹബത്ത് കൂടുതൽ? നിങ്ങൾ പറയും സുഹൃത്തുക്കളെ, ഇതല്ലേ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് സംസാരിക്കേണ്ടവർക്ക് സംസാരം കൊടുക്കുക, അവരെ പരിഗണിക്കുക, അവർക്ക് വേണ്ട ഹക്കുകൾ കൊടുക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒരു ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ തണലാണ്, ഇണയാണ്, തുണയാണ്. നമ്മളോടൊപ്പം സ്വർഗത്തിൽ വരേണ്ടവളാണ്. സ്വർഗത്തിൽ വെച്ച് ഏറ്റവും വലിയ ഹൂറിൽ ഐൻ എന്ന് പറഞ്ഞാൽ ആര് എന്ന് ചോദിച്ചാൽ അത് ഈ ദുനിയാവിൽ സന്തോഷത്തോടുകൂടി നമ്മളോടൊപ്പം ജീവിച്ചു മരിച്ച നമ്മുടെ ഭാര്യയാണ്. നമ്മുടെ ഭാര്യയാണ് സ്വർഗത്തിലെ നമ്മുടെ ഹൂറുൽ ഐൻ.
എല്ലാരും ധരിച്ചിരിക്കുന്ന അതല്ല, വേറെ എന്തൊക്കെ നമുക്ക് കിട്ടുമെന്നാണ്. വേറെ എന്തോ പെണ്ണുങ്ങളെ അള്ളാഹ് നമുക്ക് സ്വർഗത്തിൽ കിട്ടുമെന്നാണ് നമ്മുടെ ധാരണ. അല്ലട്ടോ, നമ്മുടെ ഈ നാട്ടിൽ അതേ ഭാര്യയാണ് അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ഹൂറുൽ ഐനായിട്ട് തരിക. ആർക്കും മുഖത്തൊരു രസമില്ല, ചിരിയില്ല. ഇത്രേ നേരെ പ്രസംഗം കേട്ടതിന്റെ എല്ലാം പോയി. അള്ളാഹ് പടച്ചവനെ നമ്മുടെ വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്നതാണ് സ്വർഗത്തിലെങ്കിലും നല്ല ഒരു പെണ്ണിനെ കിട്ടുമെന്ന്. ഇവിടെ ഇപ്പൊ നോക്കുമ്പോ ഉസ്താദ് പറഞ്ഞ കേട്ട ഇവിടുത്തെ പെണ്ണിനെ തന്നെ സ്വർഗത്തിൽ. ഉസ്താദേ, ക്ലിനിക് എല്ലാം ഉണ്ടാവും അവിടെ, എന്തിന്? ഇവളുടെ ഷുഗർ നോക്കണല്ലോ. ഞാനിപ്പോ രാവിലെ ഓട്ടോയിൽ കൊണ്ടുപോകുന്ന ഷുഗർ നോക്കാനേ, 450 ഷുഗർ, പ്രഷർ, ഇതെല്ലാം രാവിലെ. സ്വർഗത്തിൽ ഇവിടെ ഇത് തന്നെയാണ്. ഒരു വയസ്സായ ഉമ്മ നബി തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് സ്വർഗത്തിൽ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊണ്ടികളൊന്നും സ്വർഗത്തിൽ പോകില്ല. യാ റബ്ബ്, അല്ലാഹ്, ആ ഉമ്മാന്റെ സ്വഭാവം എന്തായിരിക്കും? ഭയങ്കരമായിട്ട് ചൊടിച്ചു, ഭയങ്കര ദേഷ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ദേഷ്യപ്പെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല. ലാ ഖൂലു ഇല്ലൽ ഹഖ്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടേ ഇല്ല, സത്യമല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. തൊണ്ടികൾ, തൊണ്ടന്മാര് സ്വർഗത്തിൽ പോകില്ല, അതേ പറഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ദേഷ്യപ്പെട്ട ആ ഉമ്മയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മ, നിങ്ങളെ അല്ലാഹു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാക്കിയിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. 33 വയസ്സാണ്. അവിടെ സമപ്രായക്കാരാണ്, അവിടെ വയസ്സന്മാരും വയസ്സുകളുമില്ല ഉമ്മ, അവിടെ മരണമില്ല ഉമ്മ, സ്വർഗത്തിൽ മരണമില്ല കേട്ടോ, സ്വർഗത്തിൽ വാർദ്ധക്യമില്ല, എപ്പോഴും യുവത്വം തുളുമ്പുന്ന ജീവിതമാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ ഭാര്യ തൊണ്ടിയാണെന്നും കറുത്തവളാണെന്നും കരുതണ്ട, പല്ലില്ലാന്നൊന്നും കരുതണ്ട, ഊരവേദനയാണെന്നൊന്നും കരുതണ്ട, ഓൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നൊന്നും കരുതണ്ട. ഇതെല്ലാം അള്ളാഹ് ഡിലീറ്റ് ആക്കിയിട്ട് ഒറിജിനൽ പൂ പോലത്തെ സാധനം അള്ളാഹ് നമുക്ക് അതായിരിക്കും നമ്മുടെ ഭാര്യ. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഇൻഷാ അള്ളാഹ്. അങ്ങനെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള സ്വർഗത്തിൽ എത്തുന്നതാണ് വിവാഹം. ഈ വിവാഹം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ വെച്ച് തീർക്കേണ്ടതല്ല. ഇവിടെ മുതൽ തുടങ്ങുന്ന ഈ കർമ്മം സ്വർഗത്തിലെത്തി അവസാനിപ്പിക്കണം. അതാണ് കുടുംബജീവിതം. അതിന് സന്തുഷ്ടമായ കുടുംബജീവിതം, പരസ്പരം പൊരുത്തപ്പെട്ട് സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് നബിതങ്ങൾ എങ്ങനെയാണോ കുടുംബജീവിതം നയിച്ചത് ആ ഒരു അവസ്ഥയിൽ തന്നെ ജീവിച്ചു മരിക്കണം. ജഗത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ നമുക്കും ആ കുടുംബജീവിതം നൽകി. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ എത്തിച്ചേരാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇച്ച അവിടെ ഇരിക്കണം. ആമീൻ പിടിച്ച് ദുആ എടുത്തോണ്ടിരിക്കുക. ആമീൻ പിടിച്ച് എസ് പി വള്ളക്കാരൻ നമ്മുടെ ബഷീർ മരിച്ചുപോയ അനീബ മരിച്ചുപോയ ഉമ്മ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സ്ത്രീ 200 രൂപ. കുഞ്ഞിക്ക് തലവേദന മാറുന്നില്ല, മാറിക്കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീ 100 രൂപ. തലവേദന മാറുന്നില്ല, 100 രൂപ സ്ത്രീ. ഒരു ഡോക്ടർ ഫീസ് 500 രൂപ. തലവേദനയ്ക്ക് ഡോക്ടറിനെ കാണാം. കൂടുതൽ സദഖ ചെയ്താൽ പെട്ടെന്ന് രോഗം മാറും. സദഖ കൂടുതൽ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് തലയിൽ കൈവച്ചിട്ട് അല്ലാഹുമ്മ അദ്ഹിബ് അന്നിൽ ഹമ്മ വൽ ഹുസ്ന വൽ അദ എന്ന് 7 പ്രാവശ്യം പറയണം. തലവേദന മാറും. മരിച്ചുപോയ ഉമ്മ ഉപ്പാക്ക് വേണ്ടി കുടുംബത്തിന് ദുആ ചെയ്യാൻ 2500. മാഷാ അല്ലാഹ്. നബീസ ബീവി മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു യുവാവ് ദുആ ചെയ്യാൻ 9100 അല്ലേ? അത് കൊള്ളാല്ല. 900 രൂപ അയാൾക്ക് കൂടുതൽ മൈക്കാളത്തേക്ക് വണ്ടി വിളിച്ച് 9100 രൂപ. ബാക്കി അൽഫാം പഠിക്കാനുള്ള പൈസ 10,000 രൂപ. നല്ല മനുഷ്യൻ. ആ യുവാവിന് അല്ലാഹു
സ്വാലിഹത്തായ ഭാര്യയെ കൊടുക്കട്ടെ. ഇനി കല്യാണം കഴിച്ചവളാണെങ്കിൽ അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. മഞ്ചേശ്വരം മർവ വലക്കാർ 5000 രൂപ. അല്ലാഹു നല്ല മീനും അല്ലാഹുവിന്റെ വള്ളത്തിലും വലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പെൺകുട്ടിയുടെ ചൊറിച്ചിൽ രോഗം മാറാൻ 111 രൂപ. അല്ലാഹു തആല ഏത് വലിയ ഷർറുകൾ ഷുറൂറുകൾ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫയായി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാത്ത ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 2000 രൂപ. നമ്മൾ ഇന്ന് നമ്മുടെ SP മക്കളില്ലാത്ത പേര് ഇബ്രാഹിം 55 വയസ്സായി 55 വയസ്സായ മക്കളില്ല ദ്വാരക്കാൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 28 വർഷമായി ഒരു ഡോക്ടറുടെ മക്കളില്ല. 28 കഴിഞ്ഞ മാസം പ്രസവിച്ചു 28 വർഷമായി. അപ്പൊ നമ്മൾ നിരാശപ്പെടണ്ട, 18 വർഷമായി ഒരാൾ പ്രസവിച്ച് 18 വർഷമായി. അല്ലാഹു തആല അവർക്ക് നൽകുമാറാകട്ടെ. പടച്ചവനെ ആ സഹോദരന്റെ ആഗ്രഹം ഈ സഹോദരൻ ആഗ്രഹം നിർവഹിക്കണേ പടച്ചവനെ. ജുബൈർ 50 കിലോ അരി ദുആ ചെയ്യാൻ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഭക്ഷണ പാനീയങ്ങൾ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരുപാട് പേര് ഇവിടെ ഭക്ഷണം തന്ന് സഹായിച്ച നമ്മുടെ മൊയ്തീൻ കുഞ്ഞ് സാഹിബ് കഴിഞ്ഞ വർഷവും നമ്മൾ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല രുചികരമായ ഭക്ഷണം നൽകി. ഈ വർഷവും അല്ലാഹു അദ്ദേഹത്തിന് അതിനുള്ള ഭാഗ്യം കൊടുത്തു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ ഇന്ന് വരെ ഇവിടെ പ്രസംഗിച്ച ഉസ്താദന്മാർക്കൊക്കെ ഭക്ഷണം കൊടുത്ത വീട്ടുകാരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഇനിയുള്ള ദിവസങ്ങളിലും ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ നമ്മുടെ ആ ഒരു ബന്ധം അൽഹംദുലില്ലാഹ് ഞാൻ വള്ളത്തിൽ പോകണമെന്ന് കൊണ്ടുപോയി സന്തോഷത്തോടു കൂടി കുറെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു പോയി. SP വള്ളക്കാർ അല്ലാഹു തആല അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ മക്കളെയും ചെറുമക്കളെയും എല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഞ്ചേശ്വരം കടവത്ത് ആരിക്കാട് കടവത്ത് ആരെല്ലാം പടച്ചവനെ ഈ കടൽ കൊണ്ട് ജീവിക്കുന്നുവോ അല്ലാഹു അവർക്കെല്ലാം നീ അനുഗ്രഹം ചൊരിയണമേ പടച്ചവനെ. അതേപോലെ നമ്മുടെ ഹനീഫ ഇവിടുത്തെ ജമാഅത്ത് സെക്രട്ടറിയുമായിരുന്നു, നമ്മുടെ ഇതിന്റെ കൺവീനറുമാർ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ കൺവീനറുമാർ. അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, ഈ ക്ഷീണം കൊണ്ട് രാവിലെ സുബൈ കഴിഞ്ഞതിന് നോട്ടീസും ഫ്ലെക്സും ഒക്കെ കെട്ടാൻ വേണ്ടി പോകുമ്പോൾ സുഹൃത്തുക്കളോട് പറഞ്ഞു ഭയങ്കര ക്ഷീണം, ഞാൻ ചിലപ്പോൾ ഈ ഉറൂസിന് കാണൂല കേട്ടോ. ഒരു നല്ല മനുഷ്യന്മാരുടെ കടകൾ അവർ പറയാൻ ഞാൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമെന്ന് അവർ അറിയുമത്രേ. അപ്പൊ അദ്ദേഹം അങ്ങനെ അത് പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. 27-ാം രാവ് റമദാൻ മാസത്തിലെ നല്ല ദിവസത്തിൽ അവസാനത്തെ 10-ലാണ്. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ, മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ, റഹ്മത്ത് കൊടുക്കണേ പടച്ചവനെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ പടച്ചവനെ, അദ്ദേഹത്തിന്റെ സയ്യാത്തിൽ ഹസനാത്തുകളാക്കണേ പടച്ചവനെ, അദ്ദേഹത്തിന്റെ മക്കളെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഒരു ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ ആ കുടുംബത്തെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഒരു ഖലീഫയെ നീ നൽകണേ പടച്ചവനെ. പിന്നെ ഒരുപാട് പേര് ഇവിടെ ജ്യൂസ് കൊടുത്തവർ, വാളണ്ടിയേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാർ, ദൂരെ നിന്ന് വിദൂരത്തിൽ നിന്ന് ഇവിടേക്ക് നമ്മുടെ വാള് നസീഹത്ത് കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങൾ, ഈ വിനീതനെ സഹായിച്ചവർ, കൊണ്ടുവന്നവർ പലരും അൽഹംദുലില്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കുമാറാകട്ടെ, ആഗ്രഹങ്ങളെ നിർവഹിച്ചു കൊടുക്കുമാറാകട്ടെ. ആരെല്ലാം ഏതെല്ലാം നിയ്യത്തോടുകൂടി ഈ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ടോ പടച്ചവനെ, അവരുടെ എല്ലാ നിയ്യത്തുകളെയും നീ ഖബൂലാക്കണേ പടച്ചവനെ. استغفر الله العظيم 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 الذي لا اله الا هو الحي القيوم واتوب اليه عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഫ്ലക്സ് അടിച്ച് നോട്ടീസ് അടിച്ച് തന്നവർ അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് നമ്മൾ ദുആ ചെയ്യാൻ നമ്മുടെ ഉപ്പള യൂസുഫ് സാഹിബ് KM സ്റ്റോർ അദ്ദേഹത്തിന്റെ നടുവേദന ഒന്ന് മാറാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ എല്ലാം ആഗ്രഹങ്ങളും നിർവഹിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره. لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن. اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا. اللهم إنا نسألك باسمك الأعظم المكتوب من نور وجهك الأعلى المؤبد الدائم الباقي المخلد في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم. وأسألك باسمك الأعظم الواحد عن وحدة الأحد المتعالي عن وحدة الكم والعدد المقدس عن كل أحد وبحق بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أن تصلي على سيدنا محمد صلى الله عليه وسلم سر حياة الوجود والسبب الأعظم لكل موجود. تثبت في قلوبنا الإيمان وتحفظنا القرآن وتفهمنا منه الآيات وتفتح لنا بها نور الجنات ونور النعيم ونور النظر إلى وجهك الكريم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. അല്ലാഹുവേ പടച്ചവനെ ഈ സംഗമം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്ലിസിൽ വന്ന ഒരാളെ നിരാശരാക്കി മടക്കല്ല അല്ലാഹ്. പടച്ചവനെ ഇവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാനുഭാവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഈ ദുആയും ഈ നസീഹത്തും നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ആരിഫീങ്ങൾ ഔലിയാക്കളുമായുള്ള സുഹബത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ നീ ഇഷ്ടപ്പെട്ടവരെ മുർഷിദീങ്ങളാക്കി നൽകണേ അല്ലാഹ്. അവരുമായുള്ള ബന്ധം നിലനിർത്തി തരണമേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ പാവങ്ങൾ നീ പൊരുത്തപ്പെട്ട് തരണമേ അല്ലാഹ്. പടച്ചവനെ ധാരാളം തെറ്റുകൾ ചെയ്ത കരങ്ങളാണ് അല്ലാഹ്. രഹസ്യത്തിലും പരസ്യത്തിലും തെറ്റുകൾ ചെയ്തവരാണ് റബ്ബേ. പൊരുത്തപ്പെടണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ നിന്നോട് ചെയ്തു പോയ എല്ലാ അതിക്രമങ്ങൾക്കും ഈ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് മാപ്പ് നൽകണേ അല്ലാഹ്. ഈ നസീഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് മാപ്പ് നൽകണേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കണേ പടച്ച റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ പാഴാക്കല്ലേ അല്ലാഹ്. സാലിഹീങ്ങളും സാലിഹാത്തുകളുമായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ടൊരു മോശം പേര് നീ കേൾപ്പിക്കല്ലേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന സാലിഹീങ്ങളായ മക്കളെ താ അല്ലാഹ്. മരണപ്പെട്ടു പോകുമ്പോ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ നൽകണേ പടച്ച റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബറിന്റെ അദാബ് നീ ദൂരീകരിക്കണേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും കൂട്ടുകുടുംബാദികളിൽ നിന്നും ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്നും അയൽപക്കക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഞങ്ങൾ വിട പറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ അവരുടെയും ഞങ്ങളുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ആകാശഭൂമികളോളം വിശാലമാക്കണേ അല്ലാഹ്. ഖബറിൽ നീ ഞങ്ങളെ ഞെരുക്കല്ലേ അല്ലാഹ്. കുടുസാക്കല്ലേ അല്ലാഹ്. പാമ്പുകളെ കൊണ്ട് നിറക്കല്ലേ പടച്ച റബ്ബേ. അല്ലാഹുവേ സാധുക്കളായ മക്കളാണ് ഈ നാട്ടിലുള്ളത് പടച്ചവരെ. വള്ളവും വലയും കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാഹ്.
രാവിലെ അവര് പോകുമ്പോ അവർക്കുള്ള റിസ്ക് നീ കൊടുക്കണേ പടച്ചവനെ. ആ റിസ്കിൽ നീ കുറവ് വരുത്തല്ലേ അല്ലാ. അതിലൂടെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവര് വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട് അല്ലാ. മരണത്തിന് മുമ്പ് സ്വന്തമായ ഒരു ഭൂമി കൊടുക്കണേ പടച്ചവനെ. പടച്ചവനെ സ്വന്തം ഭൂമിയിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കടക്കാരുണ്ട് അല്ലാ, കടക്കടയിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. പ്രവാസികളായ സഹോദരങ്ങളെ വിദേശത്ത് നിന്ന് ധാരാളം സഹായങ്ങൾ നൽകിയവരുണ്ട്. അവരുടെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ പടച്ചവനെ. അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. സ്ട്രോക്കിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ബാത്റൂമിൽ കുഴഞ്ഞു വീഴുന്നതിൽ നിന്ന് സഹായിക്കണേ അല്ലാ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സൈലന്റ് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ തെറ്റ് ചെയ്യുമ്പോ ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ലേ അല്ലാ. പടച്ചവനെ കുറ്റം ചെയ്യുമ്പോ ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ലേ അല്ലാ. നല്ല മരണം തരണേ പടച്ചവനെ. ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാ. സൂഉൽ ഖാത്തിമ നൽകല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ യുവാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് നാട്ടിലുള്ള യുവാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. വഴികേടിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ വല്ലവരും മയക്കുമരുന്നിന് അടിമകളായിട്ടുണ്ടെങ്കിൽ ഖാദിറായ അല്ലാ, മാലിക്കായ അല്ലാ, റാസിഖായ അല്ലാ, ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ആ യുവാക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ അല്ലാ. അവർക്ക് ഹിദായത്തിന്റെ വഴി നീ തെളിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ മദ്യപിച്ച് മരിക്കാൻ ഗതികേടിലാക്കല്ല അല്ലാ. മദ്യപിച്ച് കഞ്ചാപിടിച്ച് മരിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കല്ല റബ്ബേ. ആ ദുർമരണത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ചെറുപ്പക്കാരെയും രക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മക്കളില്ലാത്ത ദമ്പതികളുണ്ട്, വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്. സക്കരിയാ നബിക്ക് മക്കളെ കൊടുത്തവൻ, ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്തവർ നീയാണ് പടച്ചവനെ. അവരുടെ ബർക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ വീട്ടുകാർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണ പാനീയങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടുത്തെ പ്രഭാഷണത്തിന് വന്ന ഉസ്താദുമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ വിനീതനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നാവിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെടാത്തത് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ റബ്ബേ. ഉഖ്റബികളായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദീർഘകാലം ഇഖ്ലാസോടെ നിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് താ അല്ലാ. പടച്ചവനെ, ഈ മഹല്ലത്തിലെ ഉസ്താദുമാർ, ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദുമാർ അല്ലാ, ഈ ജമാഅത്തിന്റെ ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹുവേ ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനായ ആ സെക്രട്ടറിയുടെ ഖബർ നീ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. പടച്ചവനെ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ല റബ്ബേ, ഖായിബാക്കി മടക്കല്ല റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ. മാഷാ അല്ലാഹ്, നമുക്ക് കുറേ സമയം സാരസമ്പൂർണമായ അർത്ഥവത്തായ കുടുംബജീവിതം എന്നുള്ള മഹത്തായ വിഷയത്തെ സംസാരിച്ച് നമുക്ക് അഭിസംബോധനം ചെയ്ത മഹാനായ
EP അബൂബക്കർ ഖാസിമി ഉസ്താദ് അവരുകൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ ആശംസകളും നന്ദികളും അർപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ നമുക്ക് ദുആ നടത്തി തന്ന സൈനുൽ ആബിദീൻ തങ്ങളടക്കം എല്ലാവർക്കും അർഹമായ ഖൈർ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്ര സമയക്കാലം ഇവിടെ ഇരുന്ന് ഒരുപാട് നസീഹത്തുകൾ കേട്ട ഈ നാട്ടുകാരായ അതുപോലെ ചുറ്റുമുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അർഹമായ ഫലങ്ങൾ അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. സന്തോഷവും റാഹത്തും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം ദുആക്ക് വേണ്ടി മഹാനായ സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കുഴിക്കുഴി തങ്ങളാണ് നാളെ വയല് പറയാൻ വേണ്ടി ഹനീഫ് നിസാമി മഗ്രാൽ ഉസ്താദ് ഉണ്ട്. അതേപോലെ അബ്ദുൽ മജീദ് ഫൈസി കൊടിയമ്മ മുദരിസ് പൊയ്യത്തയിൽ അവരും ഉണ്ട്.